ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഇന്നത്തെ രാത്രിയിലെ JCNDSD ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരു പ്രത്യേക അതിഥി ഉള്ളത് അഞ്ചലിൽ നിന്നും ബ്രദർ അജിത്താണ്. അദ്ദേഹത്തെ ഈ കൂട്ടായ്മയിലേക്ക്, മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അജിത്തിനെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല, ഒരുപക്ഷെ നമുക്ക് ആരും തമ്മിലും വ്യക്തിപരമായി പരിചയമില്ല. എങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹവും ഞാനും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ അദ്ദേഹത്തുമായിട്ട് ചോദിച്ചറിയേണ്ടതിനും അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ച് ബൈബിളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിനോമിനേഷനോ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് അജിത് ബ്രദറിന് ഒന്ന് ഒരു 10 മിനിറ്റ് സമയം അജിത് ബ്രദറിന്റെ വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ച് അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം ഒരുപാട് തരത്തിലുള്ള ഉപദേശങ്ങൾ ഒരേ ബൈബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓർത്തഡോക്സ്, യാക്കോബായ, CSI, CMI, CNI തുടങ്ങി ലൂത്രൻസ്, പെന്തക്കോസ്ത്, ബ്രദറൻ എല്ലാവരും ഒരേ ബൈബിളാണ് ഉപയോഗിക്കുന്നത്. കത്തോലിക്കർക്ക് മാത്രമാണ് POC ബൈബിൾ ഉള്ളത്. പിന്നീട് ഈ യഹോവ വിറ്റ്നസിന് അവരുടേതായ ഒരു ബൈബിൾ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും വേൾഡ് വൈഡ് ഒരേ ഒരു ബൈബിളാണ് അവർ ഉപയോഗിക്കുന്നത്. ഭാഷാന്തരങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ. ഇപ്പം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന മലയാളം ബൈബിളും അല്ലെങ്കിൽ കിങ് ജെയിംസ് വേർഷനോ NIV യോ NLT യോ തുടങ്ങിയുള്ള ബൈബിളുകളാണ് സ്വാഭാവികമായിട്ടും മറ്റ് ഭാഷകളിൽ, ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ നമുക്ക് ധാരാളമായിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരു ബൈബിൾ പ്രകാരമുള്ള വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണോ അതോ വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു ബൈബിൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഉപദേശമാണോ? അജിത് ബ്രദറിന്റെ ദൈവിക സങ്കല്പം എന്താണ്? അജിത് ബ്രദറിന്റെ ദൈവം ഏകനാണോ, ത്രിയേകനാണോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത് ഒരു കാര്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 മിനിറ്റ് സമയം മതിയാവുമല്ലോ, അതോ 10-15 മിനിറ്റ് വേണം? എനിക്ക് അത്രയൊന്നും വേണ്ട, ഞാൻ 10 മിനിറ്റ് ഒന്നും വേണ്ട, 5 മിനിറ്റ് മതി. അല്ല, വിശദമായിട്ട് പറയണം. കാരണം നമുക്ക് അതിനകത്ത് സംശയങ്ങൾ വരുന്ന കാര്യങ്ങൾ ചോദിക്കും ഞങ്ങൾ. അതുകൊണ്ടാ വിശദമായിട്ട് പറയാൻ 15 മിനിറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്ത് പറയുന്നു നിങ്ങൾ? പറയാം. അപ്പൊ അജിത് ബ്രദറിന് സ്റ്റാർട്ട് ചെയ്യാം. അജിത് ബ്രദർ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരാണെന്നുള്ള കാര്യം, പേര്, ഫുൾ നെയിം, താമസിക്കുന്നത് എത്ര വർഷമായിട്ട്, ഇന്ന് ഇപ്പൊ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ എത്ര വർഷമായിട്ടുണ്ട്, അജിത് ബ്രദറിന്റെ കമ്മ്യൂണിറ്റി എവിടെയാണ്, ശുശ്രൂഷയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, വിശ്വാസിയാണോ, ശുശ്രൂഷകനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അജിത് ബ്രദറിന് ഞാൻ പ്രാഥമികമായിട്ട് ചോദിച്ച കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ശരി. എന്റെ പേര് അജിത്ത് എന്നാണ്. എന്റെ സ്വദേശം എന്നുള്ളത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നേമം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ ഇപ്പോ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്നുള്ള സ്ഥലത്താണ്. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ 32ാമത്തെ വയസ്സിലോ എന്തുവാണ്, 32-33 വയസ്സിലാണ് ഞാൻ നിലമേൽ എന്നുള്ള കൊല്ലം ജില്ലയിലെ നിലമേൽ ദേശത്തുള്ള സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ ഒരു AG ചർച്ചുമായി തൊട്ടടുത്ത AG ചർച്ചുമായി ഒരു ബന്ധമുണ്ടായി. അങ്ങനെ ആ സഭയുമായി ബന്ധപ്പെട്ട് എനിക്ക് ക്രിസ്തീയ വിശ്വാസത്തോട് താല്പര്യമുണ്ടായി. അവിടുത്തെ കൂട്ടായ്മയിലൊക്കെ വല്ലപ്പോഴും പങ്കെടുക്കും. പിന്നെ പങ്കെടുത്ത് അവിടെ ഉപദേശ രീതിയും അവിടുത്തെ ആൾക്കാരുടെ സഹകരണവും എല്ലാം നോക്കിയപ്പോൾ നമ്മുടെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഒരു സ്നേഹവും ഒരു നന്മയും ഒക്കെ അവരിൽ കണ്ടു. അപ്പൊ എനിക്ക് അതുമായി അവരെ കൂട്ടായ്മകളിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ അതിൽ പങ്കെടുത്തു. ക്രമേണ ഞാനൊരു പെന്തക്കോസ്തുകാരനായി മാറി. അസംബ്ലീസ് ഓഫ് ഗോഡിലാണ് ഞാൻ ആദ്യമായി ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നത്. പിന്നെ ഒരു 6 മാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ 6 മാസം ഉണ്ടായിട്ടും എനിക്ക് ബൈബിള് ഒന്ന് എടുത്ത് വായിക്കുവാനോ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാനോ അല്ല അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനോ കഴിവില്ല. കാരണം ഞാൻ അവര് പറയുന്ന എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്ന ഒരു ഇതായിരുന്നു. ചില കാര്യങ്ങളിൽ ബൈബിളിൽ ചില ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ചില കാര്യങ്ങളിൽ
ഈ അവരുടെ പെന്തോക്കോസ്തുകാരുടെ ആചാര അനുഷ്ഠാന ഉപദേശം അത് ബൈബിളിന് വിരുദ്ധമാണെന്ന് എനിക്ക് ചെറുതായി തോന്നി. ആ സംശയങ്ങൾ ഞാൻ പോകുന്ന അസംബ്ലി സ്കൂളിലെ സഭയിലെ പാസ്റ്ററുമായി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. പിന്നെ അതുകൊണ്ട് ഞാൻ അതിന് ശേഷം 1 വർഷത്തോളം ആ സഭയിൽ എൻജിയിൽ പോയി. അതിനുശേഷം തൊട്ടടുത്തുള്ള മറ്റൊരു ഇന്ത്യ പെന്തക്കോസ്ത് സഭ IPCയിലോട്ട് പോയി. അവിടെ എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഉപദേശമോ അല്ലെങ്കിൽ ബൈബിളിന് അടിസ്ഥാനമായിട്ടുള്ള എന്തെങ്കിലും സഭയെ യഥാർത്ഥ ക്രൈസ്തവ സഭ അതായിരിക്കുമോ എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് പോയി. അവിടെയും വ്യത്യാസമൊന്നുമില്ല. JGയും IPCയും അതിനുശേഷം ഇനി ഈ IGC ഇന്റർനാഷണൽ ഗോസ്പൽ ചർച്ച് എന്നൊരു സഭ, കോട്ടയത്തെ തോമസ് മാമന്റെ നേതൃത്വത്തിലുള്ള ഒരു സഭ, ആ സഭയിലും പോയി. എല്ലായിടത്തും മൂന്നിടത്തും ഒരേ രീതി തന്നെയാണ്. അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ബൈബിൾ സംബന്ധമായ പല കാര്യങ്ങളും അവരോട് ചോദിച്ചു. ബൈബിളിലെ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ചിലത് ചെയ്യാൻ പാടില്ല. ആ ഒരു കൽപ്പനയാണ് ആ വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ളൂ. ഈ ഉൽപ്പത്തി എന്നുള്ളത് ചരിത്രം മാത്രമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ ആരംഭിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം മുതലാണ്. ഒരു ദൈവം മനുഷ്യരോട് പറയും, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നന്മയും തിന്മയും എന്താണെന്ന് ദൈവം പഠിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പലതും അവരോട് ചോദിച്ചപ്പോൾ അവര് ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പനകൾ ചെയ്യുവാൻ ഈ പെന്തക്കോസ്ത് സഭകൾ ഉപദേശിക്കുന്നു. അതേസമയം ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പനകൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായെന്നുള്ളത്, ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭ, മറ്റുള്ള സഭ, ആ സഭ, ഈ സഭയൊക്കെ മോശപ്പെട്ട സഭകളാണ്, പെന്തക്കോസ്ത് സഭയാണ് യഥാർത്ഥ ക്രൈസ്തവ സഭ എന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ അത് തെറ്റാണ്. മറ്റുള്ള കത്തോലിക്ക സഭ മുതൽ കത്തോലിക്ക, യാക്കോബായ, അല്ലെങ്കിൽ ബ്രദറൻ, അല്ലെങ്കിൽ യഹോവ സാക്ഷി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സഭകളും ഈ മറ്റ് പെന്തക്കോസ്ത് പോലെ തന്നെ വചനവിരുദ്ധമാണ്. അവര് എല്ലാവരും ബൈബിൾ ഉപയോഗിക്കുന്നു. എല്ലാ മതസഭക്കാരും ബൈബിൾ ഉപയോഗിക്കുന്നു. അതിൽ ചില വചനങ്ങൾ അവര് പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് അതിന് എതിരാണ്. അതാണ് ഞാൻ ഈ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ 3 വർഷത്തോളം പോയി. അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് കാരണം. ഞാൻ ഇന്ന് ഒരു 15 വർഷത്തോളമായി, 15 അല്ല, ഒരു 13 ആ വർഷമായിട്ട് കൂട്ടായ്മയിൽ നിന്നും സഹകരിക്കുന്നില്ല. ഒരു സഭയിൽ ഞാൻ യഥാർത്ഥ സഭയെ കണ്ടുപിടിക്കുവാനുള്ള ഒരു അന്വേഷണത്തിൽ, ആ അന്വേഷണത്തിൽ കത്തോലിക്ക സഭ അങ്ങനെയുള്ള സകല സഭകളെ കുറിച്ച് പഠിച്ചു. സഭയുടെ ഉപദേശങ്ങൾ കേട്ടു. ഒന്നും ഈ പെന്തക്കോസ്ത് സഭയെ പോലെ തന്നെ ഒന്നും ബൈബിളിന് അനുകൂലമല്ല. ബൈബിളിൽ ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശമാണ് എല്ലാ സഭകളിലും ഉള്ളത്. എല്ലാവരും ദൈവം, വചനം, ക്രിസ്തു, അപ്പോസ്തലന്മാർ ഇവരെ പറ്റി ധാരാളമായി അവർ ഉപദേശിക്കുന്നെങ്കിൽ അവരിലൊന്നും ഈ ബൈബിളുമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടം ഈ ഒരു സഭയിലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്തും ഈ വിശ്വാസ രീതിയിലാണ്. മറ്റൊരു പെന്തക്കോസ്ത് വിട്ട് ഞാൻ മറ്റൊരു സഭകളിലും പോയിട്ടില്ല. പോകാൻ ആഗ്രഹിച്ചു. പോകാൻ ആഗ്രഹിക്കുന്ന പല സഭകളെ കുറിച്ച് ആ സഭയിലെ വിശ്വാസികളോടും അവിടെ സഭയിലെ അധ്യക്ഷനോടൊക്കെ സംസാരിച്ചപ്പോൾ അവര് എല്ലാം വചനത്തിന് വിരുദ്ധം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 15 വർഷമായി ഒരു സഭകളിലും പോകുന്നില്ല. ഇതുപോലെ ഏതെങ്കിലും വ്യക്തികളെ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് വചനം സംസാരിക്കുന്നു, അവർ വചനം ഉപദേശിക്കുന്നു, അവരുടെ സഭയിലെ ദുരുപദേശങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത്രേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു സഭയുടെ പാസ്റ്ററോ അല്ലെങ്കിൽ ഉപദേശിയോ ഒന്നുമല്ല. ഞാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ജോലി ചെയ്ത് ഉപജീവനം നടത്തി കുടുംബം പോറ്റുന്നു. അത്രേ ഉള്ളൂ. അത്രേ എന്നെ പറ്റി എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെന്നും പറയും. നിങ്ങളെല്ലാവരും എനിക്കറിയാം, 3 പേരെ എനിക്കറിയാം. ഞാൻ JCNDS ചാനലിൽ കാണുകയും അഭിപ്രായമൊക്കെ പറയുന്ന ഒരാളാണ്. എന്നെ നിങ്ങൾക്ക് അറിയാം, പക്ഷേ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ അജിത് ബ്രദറിനെ അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് നേരത്തെ പരിചയമുള്ളതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഈ ബാക്കി 2 പേരുടെ കാര്യത്തിൽ അവർക്ക് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ അജിത് ബ്രദറിന്റെ
ബൈബിളുമായിട്ട് അല്ലെങ്കിൽ ഹിന്ദു മാർഗത്തിൽ നിന്ന് വചനം കേട്ട് വന്നതിന് ശേഷം പെന്തക്കോസ്ത് വരെ വിവിധ പെന്തക്കോസ്റ്റൽ സഭകള് ക്രിസ്തീയ സഭകളെ മനസ്സിലാക്കിയിടത്ത് നിന്നും വചനവുമായിട്ട് അവർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ കാര്യം വരെ നമുക്ക് മനസ്സിലായി. ആ കാര്യത്തിൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഒന്നും തന്നെ ഇല്ല. കാരണം ഈ പറയുന്ന ഒരു സഭയും വചനവുമായിട്ട് ബന്ധമില്ല. അവരാരും ദൈവവചനത്തെ ആ വചനം കൊണ്ട് പഠിക്കുകയോ ആ വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളുമായിട്ട് പ്രസംഗിക്കുകയോ അതിനനുസരിച്ച് ഒരു ജീവിത മാതൃകയോ ഇല്ല എന്നുള്ള കാര്യം വസ്തുതാപരമാണ്. ആ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഞങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോ അജിത് ബ്രദറിന്റെ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെയും മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണത്തിലൂടെയും ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് പഴയ നിയമം സംസാരിക്കുന്നുണ്ട്. ബൈബിളിലെ ദൈവം പിതാവാണ്, ആ ഒരു ദൈവമേ എല്ലാവർക്കും ഉള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിളിലെ ദൈവം, അതായത് പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ദൈവം, ഉൽപ്പത്തി തുടങ്ങി മോശയുടെ 5 പുസ്തകങ്ങളും പിന്നീട് വരുന്ന പ്രവാചക ഗ്രന്ഥങ്ങളും മറ്റു പുസ്തകങ്ങളും, അതായത് തനാക്ക് എന്ന് പറയുന്ന യഹൂദന്റെ വേദഗ്രന്ഥത്തിൽ വരുന്ന തോറയും നെവീമും കെത്തൂവും എന്ന് പറയുന്ന 3 ഭാഗങ്ങളെ കിടക്കുന്ന പഴയ നിയമം എന്ന് നമ്മൾ പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തെ, അല്ലെ ഇസ്രായേൽക്കാർ ആരാധിക്കുന്ന ദൈവം ഏകനായ ദൈവമാണ്. അത് നമ്മൾ ഒടുവിലെ പുസ്തകം മലാക്കി 2:10 വരെയും അങ്ങനെയാ പറയുന്നത്. അതിനുശേഷം പുതിയ നിയമം നമ്മൾ കാണുമ്പോൾ അബ്രഹാമിൽ നിന്ന് തുടങ്ങി യേശുക്രിസ്തു വരെയുള്ളൊരു വംശാവലിയും യേശുക്രിസ്തു മുതൽ ആദാം വരെയുള്ള ഒരു വംശാവലി റിവേഴ്സും പുതിയ നിയമത്തിൽ മത്തായിയും ലൂക്കോസും പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന പുതിയ നിയമത്തിലും അതിന്റെ ശുശ്രൂഷക്കാരായി, അതായത് അപ്പോസ്തലന്മാര് മത്തായിയും ശിഷ്യന്മാരായ ലൂക്കോസും മർക്കോസും അപ്പോസ്തലനായ യോഹന്നാനും അടക്കം എഴുതിയ 4 സുവിശേഷങ്ങളും പിന്നീട് അപ്പോസ്തലന്മാര് പൗലോസ്, യാക്കോബ് തുടങ്ങിയ ശേഷം അപ്പോസ്തലന്മാരും പത്രോസ് അടക്കമുള്ളവർ എഴുതി പൂർത്തിയാക്കിയ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലും AD 325 വരെയുള്ള സഭാചരിത്രം പഠിപ്പിക്കുന്നത് ഒരു ദൈവമേ ഉള്ളത്. പിന്നീട് AD 325 ദൈവം ത്രിയേകനാണ് എന്ന് പഠിപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ കത്തോലിക്ക സഭ കൊണ്ടുവരുന്നതും പിന്നീട് ഇത് പെന്തക്കോസ്ത് വരെയും ഇന്ന് ആ സിദ്ധാന്തങ്ങൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ എന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അജിത് ബ്രദറിന്റെ ദൈവം ഏകനാണോ ത്രിയേകനാണോ? ഏകനാണെങ്കിൽ ആ ദൈവം ആരാണ്? യേശു ക്രിസ്തു ദൈവമാണോ? ഇതാണ് അജിത് ബ്രദറിന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നീട് ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു മോഡറേറ്റ് ആയിട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലായിട്ട് സമയം തന്ന് വളരെ മര്യാദയോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാനിത് ഏറ്റെടുക്കുന്നുള്ളൂ. അവിടെ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക്? അതെ, വീട്ടിലെ പിള്ളേരും അമ്മയായിട്ടൊക്കെ സംസാരിക്കുന്നത് പരീക്ഷ, അത് പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാനൊരു മോഡറേറ്റർ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ അവസാനം വരെയും നമ്മൾ വളരെ സൗഹാർദ്ദമായിട്ട് ശാന്തതയോടുകൂടി സംസാരിച്ച് സൗഹൃദത്തിൽ ഒരുപക്ഷെ വീണ്ടും നമുക്ക് ഇതുപോലെ ആശയങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു തലത്തിൽ എൻഡപ്പ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളോട് സൂചിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവര് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതൊന്നും പറയുകയാണെങ്കിൽ എനിക്കും മനസ്സിലാവും, അനേകർക്കും മനസ്സിലാവും. ഓക്കെ, എനിക്ക് സംസാരിക്കാമോ? അതിനാണ് സമയം തന്നിരിക്കുന്നത്. ഇപ്പം ബ്രദർ പറഞ്ഞ സങ്കല്പം തന്നെയാണ് എന്റെ സങ്കല്പം. ദൈവം ഒരാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരാളില്ല. യഹോവയായ ദൈവം തന്നെയാണ് ഏക ദൈവം. ആ ദൈവത്തിന്റെ ദാസന്മാരാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ മോശ മുതൽ ഇനി ഏറ്റവും അവസാനത്തെ പ്രവാചകനായ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ വരെ ഉള്ള താങ്കൾ പറഞ്ഞ യേശുക്രിസ്തു ഉൾപ്പെടെയുള്ള സകല ആൾക്കാരും ആ യഹോവയായ ദൈവത്തിന്റെ ദാസൻ മാത്രമാണ്. എന്റെ ബ്രദർ പറഞ്ഞതിൽ ഒരു ചെറിയൊരു ഫാൾട്ട് ഉണ്ട്. ഈ
മറ്റേ ആദ്യ ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തനം, സംഖ്യ പുസ്തകം, അങ്ങനെ 5 പുസ്തകങ്ങൾ എഴുതിയത് മോശ എന്ന് പറഞ്ഞു. അത് ഒരിക്കലും തെറ്റായ കാര്യമാണ്. മോശ ന്യായപ്രമാണം എഴുതിയ ആളാണ്. ദൈവം തന്റെ ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് പറയാൻ, അങ്ങനെ ചെയ്യുവാൻ വേണ്ടി ദൈവം കൊടുത്ത കൽപ്പനകൾ, അതാണ് ന്യായപ്രമാണം. അത് മോശയ്ക്ക് കൊടുത്തത്. ആ മോശ അത് എഴുതി രേഖപ്പെടുത്തി. പക്ഷെ ആ പുസ്തകമാക്കി മാറ്റിയത് ഒരിക്കലും മോശയല്ല. അത് തെറ്റായ ഒരു, കാരണം അതിൽ തന്നെ ആ 5 പുസ്തകങ്ങളിൽ അവസാനത്തെ ഭാഗത്ത് തന്നെ മോശ മരിച്ചതായിട്ടും ആ മരിച്ചത് മറ്റുള്ള കാര്യമൊക്കെ എഴുതി ചേർന്നു. അപ്പൊ മോശ എഴുതിയ ഒരാളാണെങ്കിൽ അതൊരിക്കലും വരില്ലല്ലോ, അത് മറ്റൊരാളെ എഴുതിയാവണം. അത് ഒന്ന് തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതെന്നുള്ളത് ഞാൻ തരാം. മോശയുടെ മരണശേഷം ഈ 5 പുസ്തകങ്ങളിലെ അവസാനത്തെ, മോശയ്ക്ക് ശേഷമുള്ള ജോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശേഷമുള്ള കാര്യങ്ങൾ ബൈബിൾ ചിന്തകന്മാരുടെ അടിസ്ഥാനത്തിൽ ജോഷുവ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ മോശയുടെ മരണം വരെയുള്ള കാര്യങ്ങളിൽ എഴുതിയത് മോശയാണെന്ന് ഉള്ള കാര്യത്തിൽ വേദപണ്ഡിതന്മാർക്കിടയിൽ സംശയമില്ല. അതല്ല നമ്മുടെ വിഷയം. അത് നമുക്ക് വേറെ ദിവസം ഡിസ്കസ് ചെയ്യാം. ആ വിഷയം മാറ്റിവെച്ചാൽ ഞാൻ പറഞ്ഞ പ്രവാചകന്മാരുടെ ദൈവം, മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാരുടെ ദൈവവും അപ്പോസ്തലന്മാരുടെ ദൈവവും ഒരു ദൈവമാണ്. ആ ഒരു ദൈവം ഏകനാണോ ത്രിയേകനാണോ? അതിൽ യേശുക്രിസ്തു ദൈവമാണോ? യേശുക്രിസ്തു ദൈവമാണെങ്കിൽ യേശുക്രിസ്തു അതേ ഏകദൈവം തന്നെയാണോ? ഇതാണ് ക്ലാരിഫൈ വരുത്താനുള്ള. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ആശയവിനിമയം പങ്കുവെക്കുകയും ചെയ്ത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം ഞാൻ അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുകയാണ്. ദൈവം എന്നുള്ളത് മോശ മുതലല്ലോ, ആദം മുതലേ ആദം മുതൽ ദൈവമുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ബ്രദറിന് മനസ്സിലായില്ല. മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ സംസാരിച്ച് ദൈവവും ബൈബിളിൽ നമ്മൾ കാണുന്ന അങ്ങനെയല്ലേ ഉള്ളൂ. ആ ഉൽപ്പത്തിയിൽ മോശ ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നിടത്ത് ഒരു ദൈവത്തെ പ്രസ്താവിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാൻ തക്കവണ്ണം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ആരുമാകട്ടെ, അതിനകത്തൊരു തർക്കം വേണ്ട. അവിടെ മുതൽ തുടങ്ങുന്ന പ്രവാചകന്മാരെല്ലാവരും പ്രസ്താവിക്കുന്ന ദൈവവും അപ്പോസ്തലന്മാർ പ്രസ്താവിക്കുന്ന ദൈവവും, അങ്ങനെ കണ്ടാൽ മതി അതിനെ. ഓക്കെ, അത് യഹോവയായ ദൈവം മാത്രമാണ്, വേറെ ആരുമില്ല. ഇപ്പൊ യേശു ക്രിസ്തുവിനെ ദൈവമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അതങ്ങനെ പറയാൻ പറ്റും? യേശു ക്രിസ്തു ദൈവത്തിന്റെ ദാസനല്ലേ. ചോദ്യം ചോദിക്കണ്ട, പറഞ്ഞാൽ മതി. ബ്രദറിന്റെ ഫെയ്ത്ത് പറയുക. അതിനുശേഷം പിന്നെ അവര് ചോദിക്കട്ടെ ദാസനാണോ, അങ്ങനെയാണെങ്കിൽ ദൈവം പുതിയ നിയമത്തിൽ ആരാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അജിത് ബ്രദർ ഉത്തരം കൊടുത്താൽ മതി അവർക്ക്. ഓക്കെ, അതൊക്കെ ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. വെരി വെരി നൈസ്. അപ്പൊ ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങളില് 2 പേർക്ക് ഓപ്ഷൻ ഉണ്ട്. അജിത് ബ്രദർ ആണ് ഉത്തരം പറയുന്നത്. ഞാന് സമയം നിങ്ങളെ നിയന്ത്രിക്കുന്നതായിരിക്കും. ഞാന് വിൽസൺ ബ്രദറിന് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 മിനിറ്റ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഒരു 3 മിനിറ്റിൽ അജിത് ബ്രദർ മറുപടി പറയുക. അതിനുശേഷം അജിത് ബ്രദർ, വളരെ സന്തോഷമുണ്ട്. ചർച്ചയ്ക്ക് വേണ്ടി വരുവാൻ ആഗ്രഹിക്കുകയും ഇവിടെ വരികയും ചെയ്തത് കൊണ്ട് വളരെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊരു സത്യ അന്വേഷിയാണ് എന്ന് ഞാൻ നിങ്ങളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പല സഭകളിലും പോയിട്ടും സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എനിക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഈ ചോദ്യ ഉത്തരങ്ങൾ ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് ഒന്നും തീരുമാനിക്കാനോ അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതും അതിൽ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്കും ഇങ്ങനെ ബ്രദർ തുടങ്ങിയ ഒരു സമയത്തുള്ള കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ അവർക്ക് സഹായിക്കും എന്നുള്ള രീതി മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. അല്ലാതെ ഇത് നമ്മളൊരു ജയത്തിന്റെയോ തോൽവിയുടെയോ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്പിരിറ്റിലെ ഈ ഡിസ്കഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അത് ബ്രദറിനും ഞങ്ങൾക്കും കുറച്ചുകൂടെ വചനം പഠിക്കാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ഇടയായി തീരട്ടെ എന്ന് നമുക്ക് കാംക്ഷിക്കാം.
ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്രദർ ഇത്രയും 10-15 വർഷമായി ഇപ്പം ഈ ഉപദേശം ഒക്കെ പഠിക്കുന്നു, പ്രമാണങ്ങളെ പഠിക്കുന്നു. എന്താണ് ബ്രദറിന്റെ സുവിശേഷം എന്താണ്? ഇപ്പൊ ഒരാൾ പറയുവാണ്, ബ്രദർ സുവിശേഷം എന്താണ്? ആ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ആണോ രക്ഷകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബ്രദറിന്റെ ഉത്തരം? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, പാപിയായ ഒരു മനുഷ്യൻ, അവൻ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കുവാൻ അവനെ മാനസാന്തരപ്പെടുത്തുന്ന വിശേഷമാണ് സുവിശേഷം. ഇവിടെ ആരെക്കുറിച്ചും പറയുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം. ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങളിൽ കൂടിയും ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പന ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപം. അത് ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ ദൈവകൽപ്പന ലംഘനം എന്ന പാപം ചെയ്താൽ അവന് ശിക്ഷ ഉണ്ടാകും. എന്നാൽ ആ ശിക്ഷയിൽ നിന്നുള്ള മോചനം അവന് ലഭിക്കണമെങ്കിൽ അവൻ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കാം. ഇപ്പൊ ഇസ്രായേലിലെ 12 ഗോത്രക്കാർ അവര് പാപം ചെയ്താൽ അവർക്ക് പാപമോചനത്തിന് യാഗം എന്നൊരു മാർഗമുണ്ട്. എന്നാൽ ഈ യാഗം ചെയ്യുവാൻ കഴിയാത്തവർ, ദരിദ്രനായ മനുഷ്യന്, അവൻ എന്നും ഭാവിയാ, അവന് യാഗം ചെയ്യുവാൻ കാളകുട്ടിയെ ഇറക്കുവാനോ അല്ല പശുക്കിടാവിനെ ഇറക്കുവാനോ ആട്ടിനെ ഇറക്കുവാനോ അവന് സാമ്പത്തികമില്ല. അവൻ ജീവിതകാലം വരെ ഭാവിയായി ജീവിക്കും. അതൊന്നും. അത് മാത്രമല്ല, അനേകം പ്രവാചക പുസ്തകങ്ങളിൽ കൂടി ദൈവം പറയുന്നു, ഞാൻ യാഗത്തിലല്ല പ്രസാദിക്കുന്നത്, ഞാൻ കരുണയിലാണ് പ്രസാദിക്കുന്നത്. അപ്പൊ അത് ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ട് സാധാരണക്കാരന് പോലും പാപമോചനം കിട്ടുവാനുള്ള ഒരു മാർഗമാണ് പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ച്, ഒരു അഭിഷിക്തന്റെ കീഴിൽ സ്നാനം സ്വീകരിച്ചാൽ അവന് പാപമോചനം ലഭിക്കും. ഈ ഒരു സന്ദേശം ലോകത്തെ അറിയിക്കുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷം ലോകത്തോട് ആദ്യമായി പറയുവാൻ ദൈവം ചുമതലപ്പെടുത്തി അയച്ചത് സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാനാണ് ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ പ്രവാചകൻ. ന്യായപ്രമാണത്തിന്റെ ആദ്യത്തെ പ്രവാചകനായ മോശയിൽ കൂടി പാപമോചനത്തിന് യാഗം കൽപ്പിച്ചപ്പോൾ ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാനിൽ കൂടി പാപമോചനത്തിന് അവൻ പാപം എന്താണെന്ന് പഠിച്ച് ആ പാപം ഉപേക്ഷിച്ച് അവൻ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കുവാനുള്ള മനസ്സിനെ മാറ്റിയെടുക്കും. അത്തരം ഒരു മനുഷ്യനെ അത് അറിയിക്കുന്നതാണ് സുവിശേഷം. സുവിശേഷം എന്നുള്ളത് ഈ ഇന്നത്തെ കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെയുള്ള വ്യക്തികൾ പറയുന്ന ഒരു ഉഡായിപ്പാണ്. യേശുക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്നതാണ് സുവിശേഷം. യേശുക്രിസ്തുവും സുവിശേഷവുമായി യാതൊരു ബന്ധവുമില്ല. ഈ യേശുക്രിസ്തു പോലും ശരിക്കും പാപമോചനം നേടിയത് യോഹന്നാൻ പറഞ്ഞ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞാണ് യേശുക്രിസ്തു പോലും പാപമോചനം ലഭിച്ചത്. ആ പാപമോചനത്തിന് ശേഷമാണ് യേശുക്രിസ്തുവിന് ക്രിസ്തു ആവാൻ കഴിഞ്ഞത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നേടുന്ന ഒരു മനുഷ്യനെയാണ് അഭിഷിക്തൻ അല്ലെങ്കിൽ ക്രിസ്തു അല്ലെങ്കിൽ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ള എനിക്ക് പറയാനുള്ളത് പറയാം. അപ്പോ ഇപ്പോ കേട്ട ഉത്തരത്തിൽ നിന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാൻ ചോദ്യം ചോദിക്കാനായിട്ട് ഇരിക്കുന്നില്ല. നിങ്ങൾ ചോദ്യമല്ല, ഞങ്ങൾക്ക് നമ്മള് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ഇപ്പൊ പറഞ്ഞു. അപ്പം എനിക്കോ അല്ലെങ്കിൽ പാസ്റ്ററിനോ വേണമെങ്കിൽ ഇത് ക്ലാരിഫൈ ചെയ്യാം. നമ്മള് ഇദ്ദേഹത്തിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായ വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് നമ്മള് വ്യത്യാസമായിട്ട് അതിനെ കാണുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തോട് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. കറക്റ്റ്. അപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയാം. മനുഷ്യനിൽ പാപമുണ്ട്, പാപമില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. അത് കറക്റ്റാണ് ബ്രദർ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും പാപത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ആവശ്യമുണ്ട്. അത് ബ്രദർ പറഞ്ഞതുമാതിരി യഹൂദന്മാർക്ക് അവർക്ക് യാഗം കൊണ്ട് പാപത്തിന്റെ ക്ഷമയുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ അങ്ങനെ പറയുന്നില്ല. കർത്താവായ യേശുക്രിസ്തു വെളിപ്പെട്ട ശേഷം പാപമോചനത്തിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ആദ്യം സുവിശേഷത്തെ സ്വീകരിക്കാമെന്ന്. അപ്പൊ സുവിശേഷം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ
1 കൊരിന്ത്യർ 15:1 പറയുന്നുണ്ട് സുവിശേഷം എന്താണ്. സുവിശേഷം അതിനകത്ത് പറയുന്നത് 15:1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം കർത്താവായ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിന്നെ അവൻ ഏകദേശം 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അവൻ ആദ്യം ഈ ലോകത്തിൽ വന്നു എന്നും ജഡത്തിൽ പ്രത്യക്ഷനായി എന്നും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നും ഉയർത്തെഴുന്നേറ്റു എന്നും അവൻ 500-ലധികം ആൾക്കാർക്ക് അത് കാണപ്പെട്ടു എന്ന് പറയുന്നതാണ് അപ്പോസ്തോലനായ പൗലോസ് മുതൽ എല്ലാ അപ്പോസ്തോലന്മാരും പറഞ്ഞ സുവിശേഷം. പക്ഷെ ഈ സുവിശേഷത്തിന് ആധാരം തിരുവെഴുത്താണ്. അപ്പൊ തിരുവെഴുത്തില് എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അപ്പോസ്തോലന്മാര് 3 വർഷം കാലം ഒരു പച്ചയായ മനുഷ്യരായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നവർ കേൾക്കെ പറയുന്നുണ്ട്, മൂഢന്മാരെ, പ്രവാചകന്മാര് പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ മുന്നോട്ട് നമ്മൾ 44 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവർക്ക് പ്രവാചകന്മാർ മോശ തുടങ്ങി. അവിടെ അതാണ് നമ്മുടെ ജോസ് പാസ്റ്റർ പറഞ്ഞത്, മോശ തുടങ്ങി. അപ്പൊ ന്യായപ്രമാണം മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകവും വെളിപ്പെടുന്നത് മോശ മുതലുള്ള പ്രവാചകനിൽ കൂടെയാണെന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം മോശയായ പ്രവാചകനിൽ കൂടെയാണ് ആദ്യം ദൈവം തിരുവെഴുത്തുകളെ മനുഷ്യന് നൽകുന്ന ആ സമയത്ത് ആണ് നൽകുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് ഉൽപ്പത്തി മുതലുള്ള ആ ചാപ്റ്റേഴ്സ് അവിടെ വെളിപ്പെടുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ മോശ മുതൽ സകല പ്രവാചകന്മാരും എന്നെ കുറിച്ച് സംസാരിച്ചു. പിന്നെ പറയുന്നു, നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അപ്പോൾ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യം സുവിശേഷത്തിന്റെ ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. അപ്പൊ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ അത് നമ്മൾ തിരുവെഴുത്തിൻ പ്രകാരം സ്വീകരിക്കണം. തിരുവെഴുത്തിൽ രക്ഷകൻ ആരാണ്? യെശയ്യാ പ്രവാചകനിൽ പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, തിരുവെഴുത്തിൻ പ്രകാരം വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവും ഇല്ല എന്ന് പറയുന്നത് ഏക സത്യ ദൈവമായ ആത്മാവായ ദൈവത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. ആ ആത്മാവ് തന്നെയാണ് ക്രിസ്തു എന്ന് 1 കൊരിന്ത്യർ 12 പറയുന്നു. ദൈവം ഒരു ആത്മാവ്, ദൈവം ഒരുവൻ മാത്രം, ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി. അതുപോലെ തന്നെയാണ് ക്രിസ്തുവാണ് ശരീരം, പല അവയവങ്ങളായി അതിൽ ദൈവത്തിന്റെ പല ആത്മാവിന്റെ പല വരങ്ങളും. പിന്നെ പറയുന്നു 1 കൊലോസ്യർ 2 പറയുന്നു, അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന ആത്മീയ ശരീരം, ആ ആത്മീയ ശരീരത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണത, അതുകൊണ്ട് ദൈവം ക്രിസ്തുവിൽ ഏകൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം രക്ഷിതാവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങൾ പഴയ നിയമ പ്രവാചകന്മാര് വെളിപ്പെടുത്തിയ ക്രിസ്തുവിനെ പറ്റി പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവൻ ആണ് ആത്മാവാൽ ജനിക്കപ്പെട്ടവൻ. ആ രക്ഷിതാവ് ആരാണ്? ഏക സത്യ ദൈവമായ യഹോവയായ ദൈവം തന്നെ. ആ യഹോവയായ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷത തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അത് നമ്മൾ വചനപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയുവാൻ സാധിക്കും. എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിലുള്ള റെസ്പോൺസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ ജോയ് പാസ്റ്ററിന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. അല്ല, ഈ വിഷയത്തില് എനിക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹമുണ്ട്.
കാരണം പ്രവാചകന്മാർ പറഞ്ഞ ക്രിസ്തു, പ്രത്യേകിച്ച് പറയുകയാണ് യെശയ്യാ 9:6 പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്നാണ് യെശയ്യാവിലൂടെ, അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത്. ഈ പറയുന്ന ശിശുവും ഈ നൽകപ്പെട്ട മകനും ഈ ലോകം ഭരിക്കാനിരിക്കുന്ന രാജാവും ഈ ഒരു ശിശുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ ഒടുവിലത്തെ പറയുന്നത് ആ ശിശു തന്നെയാണ് നിത്യനായ പിതാവ് എന്നാ പറയുന്നത്. ഇത് ആരാണ് എന്നൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ ബ്രദറും ഞാൻ ബിൽസൺ പറയാനോടാ ഇത് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം ബ്രദറിലേക്ക് ചോദ്യം വരാം. നമ്മൾ 1 കൊരിന്ത്യർ 6:8 നമ്മൾ കാണുന്നത് 8:6 8:6. അപ്പോൾ നമ്മൾ അപ്പോസ്തോലിനാണ് പറയുന്നത്. അവിടെ അപ്പോസ്തോലിനായ പൗലോസ് ആണ് പറയുന്നത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പോൾ പിന്നെ കർത്താവായ യേശു ക്രിസ്തുവും നമുക്കുണ്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിതാവ് ഒരാളും കർത്താവ് വേറൊരാളും എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ അടിസ്ഥാനമായ പ്രമാണം, ഇസ്രായേലിനുള്ള ഈ അടിസ്ഥാനമായ പ്രമാണം, ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇസ്രായേൽ എന്ന രാജ്യത്തെ പറ്റിയാ പറയുന്നത്. അല്ല, നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ ക്രിസ്തുവിൽ ജനിച്ച ഓരോരുത്തരും ഇസ്രായേൽ ആകുന്നു എന്ന്, അബ്രഹാമിന്റെ സന്തതിയാകുന്നു എന്ന് അവിടെ വളരെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് ഉള്ള അടിസ്ഥാനമായ ഏറ്റവും മുഖ്യ കൽപ്പന എന്താകുന്നു? നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ. അപ്പം ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് തന്നെയാണ് ദൈവവും, ദൈവം തന്നെയാണ് കർത്താവ്. വേറെ ഒരു ദൈവവുമില്ല. ഈ ഭൂമിയിലെ കർത്താക്കന്മാര് ചിലപ്പോൾ ലോർഡ്, ചെറിയ ഒരു അഡോനി എന്ന് വിളിക്കുന്ന ഒരു പദത്തിൽ ചിലപ്പം നമ്മൾ ചെറിയ രാജാക്കന്മാരോ ചെറിയ കർത്താക്കന്മാരോ ഉണ്ടാകാം. പക്ഷേ കർത്താവായ ദൈവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ. അപ്പോൾ ആ ഒരു ആത്മാവായ ദൈവം തന്നെയാണ് പിതാവായ ഏക സത്യ ദൈവം. അവിടെ പറയുന്നത് നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം ശിശു ജനിക്കുന്ന ആരാണ്? ഒരു മനുഷ്യനാണ് ജനിക്കുന്നത്. എപ്പോഴും ദൈവം ജനിക്കുന്നില്ല. ശിശു ആണ് ജനിച്ചത്, അല്ലെങ്കിൽ മനുഷ്യനായ ക്രിസ്തു യേശു ആണ് അവിടെ ജനിക്കുന്നത്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഗോൽഗോത്തായില് നമ്മുടെ പാപങ്ങളുടെ യാഗങ്ങൾക്കായി ആ മനുഷ്യനായ ക്രിസ്തു യേശു നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവൻ വീരനാം ദൈവമാണ്. അപ്പൊ ദൈവം എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അവൻ ആത്മാവായ ദൈവമാണ്. അതുകൊണ്ടാണ് അവന്റെ വീരനാം ദൈവം എന്ന് വിളിക്കപ്പെടുന്നത്. നിത്യപിതാവ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിത്യപിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇന്നലെ പിതാവായിരുന്നു, ഇന്ന് പിതാവല്ല എന്നല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും പിതാവാണ്. അപ്പോൾ ആത്മാവായ ഏക സത്യ ദൈവം മാത്രമാണ് നിത്യപിതാവെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവൻ. അപ്പോൾ അവൻ ഭൂമിയിൽ ഈ ലോകത്തിൽ മനുഷ്യനായി വെളിപ്പെടുമ്പോഴും അവൻ പിതാവ് തന്നെ ആത്മാവായ ഏക സത്യമായിട്ട് ഈ പ്രപഞ്ചത്തിലും ആ ശരീരത്തിലും വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഏകസത്യ ദൈവത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ രക്ഷയുടെ വേല ചെയ്തു. എപ്പോഴും അവൻ പിതാവ് തന്നെയാണ്. പക്ഷേ പുത്രനായി ജനിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? രക്ഷയുടെ വേലയെ ചെയ്യുവാൻ. ആ രക്ഷയുടെ വേല ചെയ്യണമെങ്കിൽ അവൻ തന്നെ രക്ഷകനായി വരണം. എന്തുകൊണ്ടെന്നാൽ ദൈവമല്ലാതെ വേറെ ഒരു രക്ഷിതാവും നമുക്ക് ഉണ്ടാകരുത് എന്ന് തിരുവഴുത്തിൻ പ്രകാരം യെശയ്യാവ് പ്രവാചകൻ മുതൽ സകല പ്രവാചകന്മാരും മുതൽ പറയുന്നത്, നമുക്കൊരു പിതാവല്ലേ ഉള്ളൂ, നമുക്കൊരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം തന്നെയാണ് നമ്മളുടെ രക്ഷകൻ. അപ്പോൾ ആ പിതാവ് തന്നെയാണ് യേശു ക്രിസ്തു എന്ന ഏകസത്യ ദൈവം. ആ ദൈവത്തിന്റെ മനുഷ്യനായ വെളിപ്പാടിനെ പറ്റിയാണ് പറയുന്നത് ശിശു ജനിച്ചിരിക്കുന്നു എന്ന്. മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യാഗമായി ഗൊൽഗത്തായി നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി യാഗമായി തീർന്ന മനുഷ്യനായ ക്രിസ്തു യേശു. ആ മനുഷ്യനായ ക്രിസ്തു യേശു
അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം എന്ന് 1 കൊലോസ്യർ 15 പറയുന്നു. അദൃശ്യനായ ദൈവം, അതായത് ആത്മാവായ അദൃശ്യനായ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട്, ദൃശ്യമായി നമുക്ക് കാണുവാൻ പറ്റുന്ന ആ ഒരു വെളിപ്പാടാണ് മനുഷ്യത്വം, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം. പക്ഷെ ആത്മാവായ ഏക സത്യ ദൈവം എന്നേക്കും പിതാവ് തന്നെയാണ്. ആ ദൈവം തന്നെയാണ് കർത്താവും, ഏക കർത്താവും. അങ്ങനെയാണ് ഞാൻ ആ വചനത്തെ കാണുന്നത്. താങ്ക് യു. ഓക്കെ, ഇനി അജിത് ബ്രദറിന് സംസാരിക്കാം. ഇപ്പൊ സംസാരിച്ച വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ഇപ്പം ബ്രദറും നമ്മളെ ബെഞ്ചമിൻ ബ്രദറും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഒരു വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. എല്ലാം മറന്നുപോയി. ഇതില് ബ്രദർ ആദ്യം പറഞ്ഞത് ഈ 1 കൊരിന്ത്യരിൽ എന്തോ സുവിശേഷത്തെ പറ്റി എഴുതിയിരിക്കുന്നു, അതിന് തെളിവില്ല. ബ്രദർ എന്തോ കാര്യങ്ങൾ പറഞ്ഞു, അതാണ് സുവിശേഷം എന്ന് എഴുതിയിട്ടില്ല. സുവിശേഷം എന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞ യോഹന്നാൻ ലോകത്തോട് പറഞ്ഞത്, നിങ്ങൾ സർപ്പസന്തതികളാവാതെ, ദുരുപദേശകരാവാതെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനാണ് യോഹന്നാൻ പറഞ്ഞത്. അതാണ് സുവിശേഷം. ആ സുവിശേഷം കേട്ടാണ് അനേകം പേര് പാപങ്ങൾ ദൈവത്തോട് യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെട്ടത്. ഈ പറയുന്ന നിങ്ങൾ ദൈവമെന്ന് അവകാശപ്പെടുന്ന യേശു ക്രിസ്തു പോലും പാപമോചനം നേടുന്നത് യോഹന്നാനിൽ കൂടിയാണ്. അത് 4 സുവിശേഷ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാനിൽ നിന്നും യേശു ക്രിസ്തു സ്നാനം സ്വീകരിച്ച. പിന്നെ രണ്ടാമത് ബ്രദർ പറയുന്ന കാര്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവന് വീരനാം ദൈവം, നിത്യപിതാവ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നു. അതിൽ പറയുന്നത് പരിഭാഷാ മിസ്റ്റേക്കാണ്. ദൈവം വീരനായ ദൈവം ഏകനാകുമ്പോൾ വീരനായ ദൈവം അങ്ങനെ ഉണ്ടാവും. അനേകം ദൈവങ്ങളുണ്ട്. അത് മൈറ്റി ഗോഡ് എന്നാണ്. മൈറ്റി ഗോഡിന്റെ ശരിയായ മലയാള പരിഭാഷ എന്നുള്ളത് വീരനായ ദേവൻ എന്നാണ്. ഗോഡിന് മലയാളത്തിൽ ദൈവമെന്നും ദേവനെന്നും 2 അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ ദേവനും ദൈവത്തിനും ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഗോഡ്. വീരനായ ദേവൻ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാരെ ആരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അതായത് സങ്കീർത്തന പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരെന്നും നിങ്ങൾ ദേവന്മാരെന്നും വിളിക്കപ്പെടുന്നുവെന്ന്. അപ്പൊ ദേവന്മാരെയാണ് ഈ ഗോഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ യേശു അവിടെ വീരനായ ദേവൻ എന്നാണ് എഴുതേണ്ടത്. അത് മലയാള പരിഭാഷക്കാരൻ അതേ അറിവില്ലായ്മ കൊണ്ട് അത് എഴുതി. അത് പല സഭക്കാരും അതെടുത്ത് ഈ 1-ാം ന്യായപ്രമാണം തെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 1-ാമത്തെ ഒരു മിനിറ്റ് നിലപെടുക. അവിടെ അജിത് ബ്രദർ പറഞ്ഞത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ് എന്ന് പറയുന്നു. ഞാൻ ഒരു വാദത്തിന് വേണ്ടി അത് അംഗീകരിച്ചു തരാം. കാരണം നമ്മളിലുള്ള എല്ലാ മലയാളം ട്രാൻസ്ലേഷനിലും വീരനാം ദൈവം തന്നെയാണ്. പക്ഷേ മലയാളം ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ഹീബ്രു എന്നുള്ള ട്രാൻസ്ലേഷൻ അല്ല. അത് ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷനാണ്. അപ്പൊ ഗ്രീക്കിന്റെ ട്രാൻസ്ലേഷനിലും ഇംഗ്ലീഷിലും അത് ദൈവം എന്ന് തന്നെയാണ്, ദേവൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഗോഡ് എന്നുള്ള ഉൽപ്പത്തി 1:1 ഗോഡ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് പറയുന്ന ആ ദൈവത്തെ കുറിച്ച് തന്നെയാണ് യെശയ്യാ 9:6 പറയുന്നത്. ആ ദൈവത്തെ കുറിച്ചാണ്. ആ ദൈവം എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഉദ്ദേശിക്കുന്ന ദൈവം തന്നെയാണ്. രണ്ടാമതൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ദൈവവും കർത്താവും അപ്പോസ്തലൻ തോമസ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം 8-ാം നാളിൽ വരുമ്പോൾ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്നാ വിളിക്കുന്നത്. മൈ ഗോഡ് ആൻഡ് ലോർഡ് എന്ന് പറയുന്നു. അപ്പം ഗോഡും ലോർഡും രണ്ടല്ല. ഇസ്രായേലിന്റെ ദൈവമായി ഈ പറയുന്ന 1-ാമത്തെ പ്രമാണത്തെ കൽപ്പനയിൽ പറയുന്ന അതേ ദൈവം തന്നെയാണ് എന്നാണ് മലയാളം ട്രാൻസ്ലേഷനില് വ്യത്യസ്ത അഭിപ്രായം അജിത് ബ്രദറിനുണ്ടെങ്കിലും അതിന്റെ മൂലഭാഷയിലേക്ക് പോകുമ്പോഴും അതിന്റെ ഈ ഗ്രീക്കിലേക്ക് പോകുമ്പോഴും അതിന്റെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴും ഒരു ട്രാൻസ്ലേഷനിലും അവിടെ ദേവൻ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. അവിടെ എല്ലാം ദൈവം എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. മാത്രമല്ല ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് പൗലോസ് 1 തിമോത്തി 3:14 പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ, ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്കാണ് അവസാനം. അപ്പൊ ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് എന്ന കിടക്കും. അപ്പം ഏത് ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടത്? ഒരു ദൈവമേ ഉള്ളൂ എനിക്ക് അജിത് പ്രേരണമെങ്കിൽ
ആദത്തിനും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ദൈവമേ ഉണ്ടെങ്കിൽ ആ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടതെന്ന് ന്യായപ്രമാണത്തിന്റെ അപ്പോസ്തലനായ ന്യായപ്രമാണത്തിന്റെ പ്രസംഗിയായ പൗലോസ് തന്നെ പറയുകയാണ്. ഒരു ദൈവമുള്ളൂ, ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആ ദൈവമാണ് അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം എന്ന് കൊളോസ്യർ 1:15 പറയും. നമ്മള് ആശയവിനിമയം ചെയ്യുന്നത് അന്യോന്യം അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. നമ്മള് ഹിന്ദുവിൽ നിന്നോ അല്ലെ കത്തോലിക്കാത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നതിന്റെ ആത്യന്തികമായ ഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊരു സ്നേഹ സംവാദം എന്നുള്ള നിലയിൽ ഇതിനെ നമ്മൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാനൊരു തിരുത്ത് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആസ് ഫാർ ആസ് ഐ നോ, ഇംഗ്ലീഷിലും ഗ്രീക്കിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജമയിലും കാണുന്ന അത് ദൈവം എന്ന് തന്നെയാണ്. അത് ഒരു വ്യക്തിയുടെ വിശേഷണങ്ങളാണ്. ശിശുവെന്നും മകനെന്നും വീരനായ ദൈവമെന്നും സമാധാനത്തിന്റെ പ്രഭുവെന്നും നിത്യനായ പിതാവ് എന്ന് പറയുന്നതും എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന് നമുക്ക് ഖണ്ഡിക്കാൻ കഴിയണമെങ്കിൽ ബൈബിളിൽ തന്നെ ഖണ്ഡിക്കുകയും വേണം. ബ്രദറെ, ഇടയ്ക്ക് എന്തോ പ്രശ്നം വന്നു, അത് കട്ടായി പോയി, വീണ്ടും വന്നു. അതിനകത്തൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എൽ ഗിബോർ എൽ എന്നാണ് പറയുന്നത്. അപ്പൊ എൽ ഷദ്ദായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓൾമൈറ്റി തന്നെയാണ്. അപ്പം ഈ എൽ എന്ന് ഉള്ള പ്രയോഗമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒറിജിനൽ ഭാഷയിൽ പോലും അത് ദൈവത്തെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. എൽ എന്ന് പറയുന്ന ഒരു കാനനൈറ്റ് റൂട്ട് വേർഡ് ആണ് ബേസിക്കലി. അതിനകത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഗോഡിനെ പറ്റി അല്ലെങ്കിൽ പാന്തിയോൺ എന്ന് പറഞ്ഞിട്ടൊരു ഗോഡിനെ പറ്റിയാണ് അവർ റെഫർ ചെയ്യുന്നത്. അതൊരു ബിയർഡൊക്കെ ഉള്ള ഒരു വെളുത്ത മുടിയും ഒക്കെ ഉള്ള ഒരു ദൈവത്തെ പറ്റിയാ. പക്ഷെ അത് യഹൂദനെ സംബന്ധിച്ചോളം അത് എൽ ഷദായ് അല്ലെങ്കിൽ എൽ ഗിബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ പറ്റി തന്നെയാണ്, അല്ലാതെ ദേവനെ പറ്റി അല്ല. എലോഹിം എന്ന് പറയുന്ന ആ വാക്കിനെ പോലെ ദേവന്മാരെ പറ്റി ഉപയോഗിക്കുന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചേക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ യോഹന്നാൻ ആണ് സ്നാനപ്പെടുത്തിയത്. അപ്പം പാപം ഉണ്ടോണ്ടാണോ സ്നാനപ്പെടുത്തിയെന്ന് ജോസ് പാസ്റ്ററിന് വേണമെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യം. അല്ല, ഞാൻ ജോയ് പാസ്റ്ററോട് ചോദിക്കാനുള്ള ചോദ്യം, ജോയ് പാസ്റ്റർ, യേശുക്രിസ്തു സ്നാനമേറ്റത് പാപമോചനത്തിനാണോ? യേശുക്രിസ്തു പാപത്തോടു കൂടി ജനിച്ചതാണോ? യേശുക്രിസ്തുവിന് എനിക്കും ജോയ് പാസ്റ്റർക്കും ഒക്കെ ഉള്ളതുപോലെ ഈ ജന്മം കൊടുത്ത അപ്പൻ ഉണ്ടായിരുന്നോ? ഒരു പുരുഷന്റെ മകനായിരുന്നോ? അതുകൊണ്ടാണോ യേശുക്രിസ്തുവിന് പാപമോചനത്തിന് വേണ്ടി സ്നാനം കഴിക്കേണ്ടി വന്നത്? അതുപോലെ തന്നെ ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ അജിത് ബ്രദർ പറയുന്ന ഈ ഗോസ്പൽ ഓഫ് റെപ്പന്റൻസ്, ഈ മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിക്കുന്നത് യഹൂദ പെർസ്പെക്റ്റീവിലാണ്. കാരണം ഇസ്രായേലിന് പുറത്ത് ഒരിക്കലും യേശു പ്രസംഗിച്ചിട്ടില്ല, പിന്നെ യോഹന്നാനും പ്രസംഗിച്ചിട്ടില്ല, യേശുവിന്റെ അപ്പോസ്തലന്മാരും ഗ്രേറ്റ് കമ്മീഷൻ വരെയും പ്രസംഗിച്ചിട്ടില്ല. അതിനുശേഷമാണ് അവര് ജാതികളിലേക്ക് പോകുന്നത്. അതിന് കാരണം പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ തള്ളി നിത്യവൻ അയോഗ്യരെന്ന് നിങ്ങൾ വിധിച്ചതിനാൽ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. സോ അതുവരെയും ഈ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം എന്ന് പറയുന്ന ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന സുവിശേഷത്തിന്റെ പെർസ്പെക്റ്റീവ് ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അതായത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജൂവിഷ് കമ്മ്യൂണിറ്റിയെ തിരിച്ചു ദൈവത്തിലേക്ക് കൊണ്ടുവരാനുള്ള അനുതാപത്തിന്റെ ആയിരുന്നു. ഇവിടെ ഈ ഒരു പെർസ്പെക്റ്റീവില് യേശുക്രിസ്തു എന്തിനാണ് ഈ സ്നാനം ഏറ്റത്? യേശുക്രിസ്തു പാപിയായിരുന്നോ? പാപിയാണെങ്കിലല്ലേ മാനസാന്തരത്തിൽപ്പെട്ട് സ്നാനം ഏറ്റുകൊണ്ട്. അജിത് ബ്രദറിന്റെ 1-2 ടോക്കുകളിൽ ഞാനത് കേട്ടു, യേശുക്രിസ്തു പാപമോചനത്തിന് വേണ്ടി സ്നാനം ഏറ്റുന്നത്. യോഹന്നാന്റെ സ്നാനം പാപമോചനത്തിനായിട്ടല്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലർ പ്രവൃത്തി 19 പറയുന്നത് 5-ാമത്തെ വാക്യത്തില്. അപ്പം യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി നമ്മുടെ ഓഡിയൻസിന് വരുത്തേണ്ടതിന് ജോയ് പാസ്റ്റർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. അജിത് ബ്രദർ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. എനിക്ക് സംസാരിക്കാമോ? നമുക്ക് കുഴപ്പമില്ല, സമയമുണ്ട്. ഞാൻ എന്നോടല്ലേ ചോദിച്ചത്? ഞാനല്ലേ പറയണ്ടേ? ജോയ് പാസ്റ്റർ പറഞ്ഞതിന് ശേഷം അജിത് ബ്രദർ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. അജിത് ബ്രദറെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അജിത് ബ്രദർ പറഞ്ഞ അജിത് ബ്രദർ വിശ്വസിക്കുന്ന ആശയം
തികച്ചും ദൈവവചന അജിത് ബ്രദർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ അജിത് കേൾക്കുക, എനിക്ക് അങ്ങോട്ട് ആ ത്രീയിലേക്ക് ഓക്കെ ഞാൻ ഓക്കെ എല്ലാം ഓക്കെ അജിത് ബ്രദർ പറഞ്ഞു യേശു ക്രിസ്തു പാപിയാണ്. യേശു ക്രിസ്തുവിന്റെ പാവമോചനം യേശു ക്രിസ്തുവിന് ലഭിച്ചത് യോഹന്നാന്റെ സ്നാനത്തോടു കൂടിയാണ്. അത് തികച്ചും വചനവിരുദ്ധമാണെന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. കാരണം ബൈബിളിൽ ഒരു സ്ഥലത്തും യേശു പാപിയാണെന്ന് ഒരൊറ്റ വചനം പോലും അജിത് ബ്രദറിന് തരുവാനായിട്ട് കഴിയില്ല. എല്ലാ സ്നാനങ്ങളും പാപമോചനത്തിനു വേണ്ടിയുള്ള സ്നാനം ആയിരുന്നില്ല. പഴയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും മധ്യത്തിൽ നടത്തിയ സ്നാനം യേശു ക്രിസ്തു സ്നാനപ്പെടാൻ കടന്നു വരുമ്പോൾ ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ അത് തടഞ്ഞു. നിന്നാൽ ഞാൻ സ്നാനമേൽക്കണം എന്നവനാണ് എന്ന് പറഞ്ഞുകൂടെ തടഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു ക്രിസ്തു പാപിയല്ല. കാരണം യേശു ക്രിസ്തു ഈ ലോകത്തിലെ മനുഷ്യനെ നിർമ്മിച്ചതുപോലെ മണ്ണുകൊണ്ടല്ല യേശു നിർമ്മിക്കപ്പെട്ടത്. യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അവൻ പാപിയായിരുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. മറ്റൊന്ന് സംഗതി, യേശു ക്രിസ്തുവിന്റെ ജീവിത കാലത്ത് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന പല കോടതികൾ മാറി മാറി വിസ്തരിച്ച് ഒടുവിൽ കണ്ടെത്തിയ ഒരു വിധി എന്ന് പറയുന്നത് ഇവനിൽ പാപമില്ല എന്നുള്ളതാണ്. പാപമില്ല എന്ന് ബൈബിളും അന്നുണ്ടായിരുന്ന കോടതിയും അന്ന് ജീവിച്ചിരുന്ന ആ കോടതിയും അന്നുണ്ടായിരുന്ന പാപം അല്പമെങ്കിലും പാപം പരിശോധിക്കുവാൻ വേണ്ടി അവിടെ മുന്നിട്ടിറങ്ങിയ പുരോഹിതന്മാർക്കോ പരീശന്മാർക്കോ യേശു പാപി എന്ന് പറയുവാൻ അത് കഴിഞ്ഞിട്ടില്ല. യേശു പാപിയല്ലായിരുന്നു. യേശു ക്രിസ്തു നമുക്കെല്ലാം ഒരു മാതൃക കാണിച്ചു. അവൻ യാഗ കുഞ്ഞാടാണ്. കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നതിന് മുൻപേ കുഞ്ഞാടിനെ വെള്ളത്തിൽ സമാഗമന കൂടാരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു യാഗപീഠമാണ്. ആ പ്രാകാരത്തിൽ യാഗപീഠം കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവിടെ ഒരു പിച്ചളത്തൊട്ടി അല്ലെങ്കിൽ സ്നാനത്തൊട്ടി അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി യാഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന മൃഗം, ആ മൃഗത്തെ കഴുകുക എന്നുള്ള ഒരു വ്യവസ്ഥ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവ കുഞ്ഞാടായി വന്നവൻ കഴുകലേൽക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയല്ല, അതൊരു ഇങ്ങനെ സകല നീതിയും നിറവേറ്റുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഒന്നാണ്. അത് തന്നെയല്ല അജിത് ബ്രദറിന് യേശു പാപിയാണെന്ന് ബൈബിൾ പ്രകാരം പാപിയാണെന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും തെളിയിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവൻ പവിത്രൻ, അവൻ നിർദോഷൻ, പാപമില്ലാത്തവൻ, പാപികളിൽ നിന്ന് വേറിട്ടവൻ എന്നൊക്കെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അജിത് ബ്രദറിന് എവിടെ കിട്ടി അവൻ പാപിയല്ല, പാപത്തിനു വേണ്ടി മാനസാന്തരപ്പെട്ട് അവൻ പാപപരിഹാരത്തിന് വേണ്ടിയാണ് അവൻ അവിടെ സ്നാനപ്പെട്ടതെന്ന് പറയുന്ന വചനം, ഏതെങ്കിലും ഒരു വചനം അജിത് ബ്രദർ എടുത്തു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. സംസാരിക്കാമോ? ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. അവൻ പാപിയല്ല, എങ്കിലും പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. യേശു ക്രിസ്തു പാപിയായിരുന്നു, അവൻ നമ്മുടെ പാപത്തെ ഏറ്റെടുത്തു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അവൻ പാപിയായിരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ എന്റെ ഭാഷയിൽ പറഞ്ഞ അത് ശുദ്ധ ഫോഷ്കാണ്. അതിന് പറഞ്ഞു ബ്രദറ് പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇടയ്ക്ക് കയറി പറഞ്ഞത് പറയാൻ കഴിയാതെ പോയി. ഇപ്പൊ എങ്ങനെ ഇത് തുടങ്ങാം. ഇവിടെ യേശു പാപിയായിരുന്നു.
യേശു പാപം ചെയ്തിട്ടുണ്ടോ എന്നും പാപമോചനത്തിനുള്ള സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നും തിരുവഴുത്തിൽ ഒരിടത്തും വായിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ബ്രദർ പറയുന്നത്. ശരിക്കും ബ്രദർ വായിച്ചിട്ടില്ല, അതാണ് ആ ഒരു സംശയം. ഈ 4 സുവിശേഷ പുസ്തകങ്ങളിലും യേശു ക്രിസ്തു യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചതായി 4 സുവിശേഷ പുസ്തകത്തിലും ഉണ്ട്. ഇല്ല എന്ന് ബ്രദറിന് പറയാൻ പറ്റുമോ? യോഹന്നാന്റെ സ്നാനം എന്താണെന്നും തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യന് മാനസാന്തരം കൊടുക്കും, പാപിയായ ഒരു മനുഷ്യന് മാനസാന്തരം കൊടുക്കുന്ന പ്രസംഗമാണ്, സുവിശേഷ പ്രസംഗമാണ് യോഹന്നാൻ കൊടുത്തത്. അപ്പൊ യോഹന്നാന്റെ അടുക്കൽ ചെന്ന് യേശു സ്നാനം സ്വീകരിക്കണമെങ്കിൽ യേശുവിന് എന്താണ് അസുഖം? ഇപ്പൊ ബ്രദർ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ബ്രദറിന് ഒരു പനിയുണ്ട്. അപ്പൊ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബ്രദറിന് രോഗമുണ്ട്, രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടി ആ ഡോക്ടറെ അടുത്ത് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ. പിന്നെ ബ്രദർ പറഞ്ഞു യേശു പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് നമുക്കെങ്ങനെ പറയാൻ പറ്റും? അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ല. പിന്നെ യെശയ്യാ പ്രവാചകൻ തന്നെ ഒരു വചനത്തിൽ, അത് ഏത് വാക്യമെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് ബ്രദർ എല്ലാ ബൈബിളും വായിച്ച ആളാണ്, അപ്പൊ അത് ആ വാക്യം ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. അതിൽ പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമാനുവേൽ എന്ന പേര് വിളിക്കും. അവൻ ഞാൻ പറയാം, അവിടെ അവൻ കന്യക ഒരു ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമാനുവേൽ എന്ന പേര് വിളിക്കും. അവൻ തിന്മ തള്ളി നന്മയെ സ്വീകരിക്കുന്ന ഒരു കാലം വരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെ തിന്മയെ ഉപേക്ഷിക്കണമെങ്കിൽ അപ്പൊ തിന്മ ചെയ്തവനായിരിക്കണമല്ലോ. ആ നന്മയെ സ്വീകരിക്കണമെങ്കിൽ തിന്മയെ ഉപേക്ഷിക്കണമല്ലോ. ഈ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കുന്ന ഒരു മാർഗമാണല്ലോ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച സുവിശേഷം. സുവിശേഷം കേൾക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ തിന്മ എന്ന പാപത്തെ ഉപേക്ഷിച്ച് നന്മ എന്ന വിശുദ്ധിയെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ യേശു ചെയ്ത പാപത്തെ പറ്റിയും അവിടെ പറയുന്നുണ്ട്. അവൻ ആ കാലം വരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്നത്. ഇസ്രായേൽ ദേശത്തെ പറ്റി ദൈവം പറയുന്നത് അവിടെ പാലും തേനും ഒഴുകുന്ന ദേശം എന്നാണ്. അപ്പൊ ഈ പാലും തേനും ഒഴുകുന്ന ദേശത്ത് എന്തുകൊണ്ട് തൈരിനെ യേശു ക്രിസ്തു ഉപജീവിച്ചു? അതെന്തിനെ തിരഞ്ഞെടുത്തു? ഇപ്പൊ തൈര് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്നുള്ളത് ദുരുപദേശത്തെയാണ്. അന്നത്തെ യേശുവിന്റെ ആ കാലഘട്ടത്തെ ഏറ്റവും വലിയ ദുരുപദേശകന്മാരായിരുന്നു പരീശന്മാരും ശാസ്ത്രികളും കള്ളപ്രവാചകന്മാരും കള്ളശാസ്ത്രികളും. അപ്പൊ അവരുടെ ഉപദേശത്തെയും ദൈവവചനത്തെയും ഒരുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള രീതി, അതായത് ഇന്നത്തെ ക്രൈസ്തവ സഭ എന്ന് പറയുന്ന രീതി. ഇന്നുള്ള ഏത് ക്രൈസ്തവ സഭയായാലും, ഇപ്പൊ കത്തോലിക്ക സഭയാണെങ്കിൽ ദൈവവചനം അനുസരിക്കും, പക്ഷെ അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. നിന്നെ പോലെ നിന്നിൽ ചെറിയ ഒരുത്തന് ചെയ്തു കൊടുക്കുന്നത് എനിക്ക് തന്നെയാണ് ചെയ്തിരുന്ന് പറയും പോലെ കത്തോലിക്ക സഭ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. പക്ഷെ പെന്തക്കോസ്ത് സഭ തിരിച്ചാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യില്ല. പാവപ്പെട്ടവന്റെ കയ്യിലുള്ള പിടിച്ചു പറിച്ച് അവൻ സമ്പന്നനാകെ നോക്കും. പക്ഷെ അവൻ വിഗ്രഹത്തെ ആരാധിക്കൂല, ആഭരണം അണിയൂല, മറിയെ ആരാധിക്കൂല. എന്തുപയോഗം? ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവനെ ദ്രോഹിച്ച് ശരിക്കും പറഞ്ഞാൽ ദശാംശം എന്നുള്ളതാണ് പെന്തക്കോസ്ത് സഭയുടെ ബലം. ദശാംശം കൊടുക്കുവാൻ തിരുവഴുത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് പോകാതെ നമ്മുടെ ബന്ധക്കോസുകാരുടെ കുറ്റം പറയാനോ അത് പറയാനോ അല്ല ഇവിടെ നമ്മള് ഞാൻ ചോദിച്ചത് യേശുക്രിസ്തു പാപിയാണ് എന്ന് ബ്രദർ പറഞ്ഞ വാക്യം, അത് അവൻ തിന്മ മാറ്റി നന്മ തിരഞ്ഞെടുക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഒരു അറിവുണ്ടാകുകയാണേ ഉള്ളൂ. അതിന് ബ്രദർ അത് യേശുക്രിസ്തു തൈര് കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് തൈര് ദുരുപദേശമാണെന്നും അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനവും നടത്തണ്ട. മനസ്സിലായില്ലേ? അതൊക്കെ വെറും വ്യാജ ഉപദേശമാണ്. അത് ബ്രദറിന്റെ തെറ്റായതാണോ? അത് പറഞ്ഞാൽ ഒരു അറിവ് കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരു നന്മയും തിന്മയും തിരിച്ചറിയുന്ന കാലം എന്നാണ്. അതുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയുന്ന കാലം എന്ന് പറഞ്ഞാൽ യേശു തിന്മ അനുഭവിച്ചിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുന്നത് പൈശാചികമാണ്. അതൊരിക്കലും ദൈവികമല്ല. നന്മയും തിന്മയും തിരിച്ചെടുക്കുന്ന ഒരു കാലം. നമ്മുടെ കുഞ്ഞു കുട്ടിക്ക് നന്മ അറിയത്തില്ല. അവന്റെ ശരീരത്തിൽ ഈ മലമൂത്ര വിസർജനം പറ്റിയാൽ നമ്മൾ കഴുകിക്കളയണം. അതേസമയത്ത് അവൻ അറിവായി കഴിയുമ്പോൾ അവനറിയാം ഇത് തന്നെ കഴുകണം,
അത് നമ്മുടെ ശരീരത്തിൽ വെക്കേണ്ടതല്ല. അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിവിനെയാണ് ഇത് പറയുന്നത്. അതിനെയൊക്കെ ബ്രദറെ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തി പോകരുത് കേട്ടോ. ഇത് ദൈവത്തിന്റെ വചനം. ബന്ധക്കോസുകാരെന്തും ചെയ്യട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. ബ്രദറിനിപ്പം ദൈവജനത്തിനനുസൃതമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. ബന്ധക്കോസുകാരെന്തും ചെയ്യട്ടെ, അവർ ദശാംശം മേടിക്കുകയോ ആവരണ വിടുകയോ ആവരണ അവരെന്തെങ്കിലും അവർ ചെയ്തോട്ടെ, അത് ഞങ്ങൾക്കത് പ്രശ്നമല്ല. നമുക്ക് എങ്ങനെ പോകാം? നമുക്ക് വചനത്തിനനുസരിച്ച് പോകാൻ കഴിയുമോ? അതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇല്ലാത്ത ദുരുപദേശവും ദുർവ്യാഖ്യാനവും പറഞ്ഞ് തൈരെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ദുരുപദേശമാണ്. അപ്പൊ യേശു തൈര് കഴിച്ചു, യേശു ദുരുപദേശം ആയിട്ട് ചിത്രീകരിക്കുന്നു. യേശു അതുപോലെ തന്നെ പാപിയാണെന്ന് തെളിയിക്കാൻ നന്മയും തിന്മയും, അത് അറിവിന്റെ സമയം നമുക്ക് ശിശു എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. ഇതിനൊക്കെ ഇങ്ങനെ ബ്രദറെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത് കേട്ടോ. അതൊക്കെ ദൈവശിക്ഷ ഉണ്ടാകുന്ന സംഗതിയാണ്. നമ്മള് അങ്ങനെ പാടില്ല. അതുപോലെ തന്നെ ബ്രദറെ, അതുപോലെ തന്നെ യഹോവ അതിന്റെ ഒരു കാലഘട്ടം വരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുന്നവനായിരുന്നു എന്നും അതിൽ പറയുന്നു. അപ്പൊ ആ തിന്മ നമ്മൾ യേശു ക്രിസ്തു 30 വയസ്സ് വരെ ചെയ്തുകൊണ്ടിരുന്നത് തിന്മയാണെന്ന് ലോകത്തെ അറിയിച്ചത് യോഹന്നാണ്. യോഹന്നാന്റെ സുവിശേഷം കേട്ടപ്പോഴാണ് യേശു ക്രിസ്തുവിന് തിന്മ എന്താണെന്നും നന്മ എന്താണെന്നും തിരിച്ചറിയുകയും നന്മയെ സ്വീകരിക്കാനും തിന്മയെ ഉപേക്ഷിക്കാനും കാരണമായത്. അതാണ് അത് വരാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതാണ്. ആ പ്രവചനം നിവൃത്തിയാകുന്നത് യേശു ക്രിസ്തുവിന്റെ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സുവിശേഷം പ്രസംഗിക്കുകയും യേശു അത് കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. താങ്കൾ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ യോഹന്നാനെ യേശു ക്രിസ്തു തടഞ്ഞു എന്ന് പറഞ്ഞു. യോഹന്നാൻ തടയുന്നുള്ളത് യേശു പാപിയാണോ അല്ലയോ യേശുവിന് അറിയാവൂ. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയാണ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തടത്ത് കയറി ഇടപെടുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാല് വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു യെശയ്യാ പ്രവചനം 9:6 അവിടെ പറയുന്നത് 9:6 പറയുന്നത് അവൻ വീരനാം ദൈവമാണ്. അത് വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 1:8 പറയുന്നു അവൻ എങ്ങനെയുള്ള ദൈവമാണ്, അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അതുപോലെ തന്നെ തീത്തോസ് 2:12 പറയുന്നു അവൻ മഹാദൈവം നമ്മുടെ രക്ഷിതാവുമാണ്. ആ മഹാദൈവത്തെയും വീരനാം ദൈവത്തെയും നിത്യപിതാവിനെയും നിങ്ങൾ പാപിയാക്കി ചിത്രീകരിക്കുന്ന ഇത് ദുഷ്ട പിശാചിനാൽ വരികയാണ്. അതൊരിക്കലും ദൈവികമല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്നത് മുതൽ വ്യാജമാണ്. അത് പിശാചിന്റെ ഉപദേശമാണ്. അത് ശത്രുവിന്റെ പദ്ധതിയാണ്. ഇത് നിങ്ങൾ മാറ്റിക്കളയണം. യേശു പാപിയല്ല, അവൻ ദൈവവും രക്ഷകനുമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷകനും. യെശയ്യാവ് 25:9 അത് ശ്രദ്ധിച്ചു വായിച്ചോണം. യെശയ്യാവ് 25:9 ഇതാ നമ്മുടെ ദൈവം വരുന്നു, അവൻ തന്നെ നമ്മളെ രക്ഷിക്കും, അവൻ തന്നെ യഹോവയായ ദൈവം രക്ഷകനായി വന്നവനാണ് കർത്താവ് യേശു ക്രിസ്തുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തൈരും അതുമൊക്കെ പറഞ്ഞ് യേശുവിനെ ഒരു പാപിയാക്കി ചിത്രീകരിക്കാൻ നിങ്ങൾ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഒരിക്കലും ബ്രദറെ അത് നടക്കില്ല. അത് പിശാചിൻ്റെതാണ്. അതെപ്പോഴും ചവിട്ടി താഴ്ത്തപ്പെടേണ്ടതാണ്. അതൊരിക്കലും ഉയർന്നില്ല. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഇനി ഒന്നുകൂടെ നിങ്ങൾ അറിഞ്ഞു, യഹോവയുടെ നാമത്തിൽ രക്ഷയില്ല. യഹോവ എന്നുള്ള നാമം ഈ ഇസ്രയേലിന് വേണ്ടി മാത്രം വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നതാണ്. ഇസ്രയേലിനെ വെടിവെക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം സ്വീകരിച്ച ഒരു നാമമാണ് യഹോവ എന്ന നാമം. യഹോവയുടെ നാമത്തിൽ രക്ഷയില്ല. രക്ഷ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊന്നുമില്ല. ഇനി യഹോവയുടെ നാമത്തെക്കാൾ വലിയ നാമം യേശുവിന്റെ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും യേശുവിന്റെ നാമത്തിൽ മടങ്ങും. അപ്പോൾ യേശുവിന്റെ നാമം എന്നുള്ളതിന്റെ അടിയിൽ നിൽക്കുകയുള്ളൂ യഹോവയുടെ നാമം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് യോഹന്നാൻ നടത്തിയ സ്നാനമല്ല, യോഹന്നാന്റെ സ്നാനം കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ കാലത്ത് പൗലോസ് വന്ന് രണ്ടാമത് അവരെ യോഹന്നാന്റെ സ്നാനമേറ്റവരെ രണ്ടാമത് സ്നാനപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ രണ്ടാമത് സ്നാനപ്പെടുത്തി എന്ന് പറയുന്നു. അതുകൊണ്ട് രണ്ടാമത് സ്നാനപ്പെടുത്തിയെങ്കിൽ യോഹന്നാന്റെ സ്നാനം പുതിയ നിയമ വിശ്വാസികൾക്ക് ആവശ്യമില്ല. അത് കേവലം താൽക്കാലികമായി പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നവർക്ക് കൊടുത്തൊരു സ്നാനമാണ്. സ്നാനത്തിന്റെ യഥാർത്ഥ അർത്ഥം എവിടെ കാണുവാൻ കഴിയും? യേശു ക്രിസ്തുവിന്റെ മരണം അടക്ക ഉയർത്തെഴുന്നേൽപ്പിന് പങ്കാളിയായി തീരുകയാണ്. പുതിയ നിയമത്തിന്റെ സ്നാനം യഥാർത്ഥമായി വെളിപ്പെട്ടത് യേശുവിന്റെ മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമാണെന്ന് അജിത് അറിയണം. അദ്ദേഹം പോയോ? ഇല്ല, അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഇങ്ങനെയൊക്കെ
അല്ലല്ല, അത് ഒരു സംവാദമല്ലേ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം പറയുക, നമ്മുടെ ഭാഗം പറയാൻ നമുക്കുള്ളൂ. നമ്മുടെ ആശയം അല്ല, നമ്മളെ കാര്യം നമ്മൾ പറയുക, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറഞ്ഞു. ബൈബിളിൽ പറയുന്നത് റോമാലേഖനം 6-ാമത്തെ അധ്യായം പുതിയ 3 നിയമത്തിലെ വാക്യങ്ങൾ സ്നാനം, പറയുന്നത് പുതിയ യേശുക്രിസ്തുവിനോട് നിയമത്തിലുള്ള ചേരുവാൻ സ്നാനം, സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ എത്ര സ്നാനമേറ്റത്? പുതിയ നിയമത്തിലെ സ്നാനം അതാണ് പാപങ്ങളുടെ മോചനത്തിനായുള്ള സ്നാനം. യോഹന്നാൻ മാനസാന്തര സ്നാനം എത്ര കഴിപ്പിച്ചത്? അവന്റെ പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എഫേസൂസിലെ യോഹന്നാന്റെ ശിഷ്യന്മാര് പോലും പൗലോസ് പറയുന്നത് കേട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപമോചനം പ്രാപിച്ചു. അപ്പോൾ യേശുക്രിസ്തു എന്ന സത്യദൈവം, ബൈബിൾ പറയുന്നത് ഈ ഭൂമി മുഴുവനും സകല പ്രപഞ്ചവും സൃഷ്ടിച്ചത് യേശുക്രിസ്തു ആണെന്നാ. അജിത് പ്രയർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൊളോസ് ലേഖനത്തിൽ പൗലോസ് പറയണം 1:16 അവനിലൂടെയും അവനാലും അവന് വേണ്ടിയും സകലവും സൃഷ്ടിക്കപ്പെട്ടു. യോഹന്നാൻ 1:3 പറയുന്നു അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല, ഉളവായതെല്ലാം അവന് വേണ്ടിയാണ്, അവനാൽ ഉളവായിരുന്നു. എബ്രായ ലേഖനം 1:3 പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ ദൈവം. അപ്പൊ പഴയ നിയമത്തിൽ ആത്മാവായി വെളിപ്പെട്ടു വന്നിരുന്ന അതേ ദൈവം തന്നെയാണ് സൃഷ്ടിക്ക് വേണ്ടി പഴയ നിയമത്തിൽ ജഡം ധരിച്ചു വന്നതും. അതേ ദൈവം തന്നെയാണ് യഹോവ എന്ന നാമത്തിൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നതും, പിന്നീട് മോശയ്ക്ക് ഹോറേബിൽ വെളിപ്പെട്ടതും, പൗലോസിന് ദമാസ്കസിലേക്കുള്ള വഴിയാത്രാ മധ്യേ വെളിപ്പെട്ടതും അതേ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന പൗലോസ് പിന്നീട് ക്രിസ്തു മാർഗം സ്വീകരിക്കുന്നത്. കാരണം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം താൻ ന്യായപ്രമാണ പ്രകാരം വിശ്വസിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന അതേ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്ന് വിളിച്ച് മനസ്സിലാക്കി. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ എബ്രായ അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിൽ വായിക്കണം. ഞാൻ വിൽസം ബ്രദർ കൈ ഉയർത്തുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആക്ച്വലി ഇതൊരു കൺവെർസേഷൻ ആണല്ലോ. അദ്ദേഹത്തിന്റെ ആശയം പറയുന്നു, നമ്മൾക്ക് ആ ആശയത്തിന്റെ അനുസരിച്ച് നമുക്ക് റെസ്പോൺസ് കൊടുക്കാം. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തുവിൽ പാപമുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതൊരു വളരെ ഒരു ബേസ്ലെസ് കോണ്ടെക്സ്റ്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 2 കൊരിന്ത്യർ 5:21 പറയുന്നത് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആയിത്തീർന്നു എന്നാ പറയുന്നത്. അപ്പം പാപമാക്കി എന്ന് പറയുന്നത് ബേസിക്കലി അവൻ പാപം ഏറ്റെടുത്തു, അവൻ നമ്മുടെ പാപം ഏറ്റെടുത്തു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് യാഗത്തെ പറ്റി പറയുന്നത്. ഊനമില്ലാത്ത കുഞ്ഞാടായിരിക്കണമെന്നാണ് പറയുന്നത്, അവനിൽ ഒരു ഊനം ഇല്ലാത്തതായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഊനം പാപത്തെ സൂചിപ്പിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4:15 പറയുന്നു, നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്ക് ഉള്ളതെന്ന് പറയുന്നു. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പം 1 പത്രോസ് 2:22 ഇതെല്ലാം എഴുതിയെടുക്കാം. എന്തെങ്കിലും പിന്നെ നമുക്ക് തിരിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. 1 പത്രോസ് 1:8 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ എടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാൽ അല്ലല്ലോ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇതെല്ലാ വചനങ്ങളും അപ്പോസ്തോലന്മാര് നമ്മളോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്ത യാഗമായാണ് നൽകപ്പെട്ടിരിക്കുന്നത്, ഊനമില്ലാത്ത ഒരു കുഞ്ഞാടായിട്ടാണ് അവൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ക്രിസ്തുവിന് പാപമുണ്ട് എന്ന് പറയുന്നത് അത് ഏത് ആത്മാവാണെന്ന് 1 കൊരിന്ത്യരിൽ പറയുന്നുണ്ട്. അത് ഏത് വചനമാണെന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല, 1 or 2 കൊരിന്ത്യർ, അത് ഞാൻ പറയാം. ക്രിസ്തുവിൽ പാപമുണ്ടെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ്. അപ്പോൾ ആ വചനം കൂടെ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വചനങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ക്രിസ്തുവിൽ പാപമില്ല, പാപമില്ലാത്തവന് മാത്രമേ ഉള്ളൂ പാപമോചനത്തിലുള്ള യാഗമായി തീരുന്നത്. പിന്നെ ബ്രദർ പറഞ്ഞ വേറെ ഒരു കാര്യം കൂടെ ഞാൻ എടുക്കുകയാണ്. യോഹന്നാന്റെ സ്നാനമാണ് പുതിയ നിയമത്തിലെ സ്നാനം എന്ന് പറയുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം നമ്മുടെ ജോസ് പാസ്റ്ററും അവിടെ പറഞ്ഞു.
അപ്പോൾ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ സുവിശേഷം പറയുവാൻ കടന്നു പോകരുത്, മാനസാന്തരവും പാപമോചനവും മശിഹായുടെ നാമത്തിൽ യെരുശലേമിൽ നിന്നും തുടങ്ങുമെന്ന് 1 കൊരിന്ത്യ ലൂക്കോസിന്റെ 24-ാമത്തെ അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. മാനസാന്തരവും പാപമോചനവും. അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യോഹന്നാന്റെ സ്നാനം മാനസാന്തരത്തിന്റെ സ്നാനമായിരുന്നു. മാനസാന്തരത്തിന്റെയും പാപമോചനത്തിന്റെയും സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അങ്ങനെയാണ് എഫെസോസിന്റെ പുതിയ ശിഷ്യന്മാര് അവിടെ സ്നാനമേൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങളെ മാത്രം ഞാനൊന്ന് khണ്ഡിക്കാൻ വേണ്ടി സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് തുടരാം. താങ്ക് യു. ഹജി ബ്രദർ തുടങ്ങാം. കേൾക്കുന്നില്ല കേട്ടോ. ഓഡിയോ ഇല്ല കേൾക്കുന്നില്ല. ഓഡിയോ ഇല്ല. ക്ഷമിക്കണം, കട്ടായി. വീട്ടിലെ കുറെ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇവിടെ ബ്രദർ പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ നിന്നെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്ന അല്ല. അത് പലരും തെറ്റിദ്ധാരണയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉപദേശിച്ച അല്ലെങ്കിൽ കൽപ്പിച്ച സ്നാനം എന്നാണ് അർത്ഥം. യേശുക്രിസ്തു സ്നാനപ്പെടുത്തുന്നതും സുവിശേഷം പറയുന്നതും യോഹന്നാൻ തടവിലാവുകയും യോഹന്നാൻ തടവറയിൽ വെച്ച് രക്തസാക്ഷി ആയതിനു ശേഷവുമാണ് യേശുക്രിസ്തു സുവിശേഷ പ്രസംഗം ചെയ്യുവാനും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചന സ്നാനം ചെയ്യുന്ന ശുശ്രൂഷയും ആരംഭിച്ചത്. അപ്പൊ അവിടെ യേശുക്രിസ്തു പറഞ്ഞ സ്നാനം എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. അത് ഒരു ഇന്നത്തെ ഏറ്റവും എല്ലാ സഭകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ഒരു ഉപദേശമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ തൃത്വക്കാര്, പെന്തക്കോസുകാർ, തൃത്വക്കാർ ഇപ്പൊ പറഞ്ഞാൽ അത് കുറ്റമായിട്ട് മാറി പറയുന്നതാണ്. അവര് പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇത് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞിട്ട് നിന്നെ സ്നാനപ്പെടുത്തുന്നത് പറഞ്ഞിട്ട് മുക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് തെറ്റാണ്. ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ ആത്മാവ് വസിച്ച യോഹന്നാൻ എന്ന പുത്രൻ കൽപ്പിച്ച പ്രകാരം ഉള്ള സ്നാനം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. യോഹന്നാൻ കൽപ്പിച്ചത് നിങ്ങൾ പാപങ്ങൾ എന്താണെന്ന് പഠിക്കുക. അത് പാപങ്ങൾ എന്താണെന്ന് പഠിച്ച് ആ പാപത്തിന്റെ ശിക്ഷ എന്നുള്ളത് മരണമാണെന്നും ആ പാപത്തെ നിങ്ങൾ ഉപേക്ഷിച്ച് ആ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടാൽ നിങ്ങൾക്ക് വിശുദ്ധനാകാം, നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കും, നിങ്ങൾ ദൈവത്തിന്റെ ആലയമായി മാറും എന്നാണ് യോഹന്നാൻ പഠിപ്പിച്ചത്. അതുപോലെ അത് ചെയ്ത എല്ലാവർക്കും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായി. യേശുക്രിസ്തുവിന് മാത്രം ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായി. ബാക്കിയുള്ളവർക്ക് പെന്തക്കോസ്ത് നാളിലാണ് ആ അഭിഷേകം ഉണ്ടായത്. പിന്നെ ബ്രദർ വേറെ ഒന്ന് പറഞ്ഞു, ഈ മറ്റുള്ള ലേഖകന്മാരെല്ലാവരും യേശുക്രിസ്തു പാപി അല്ലാത്തവനാണ് എന്ന് പറഞ്ഞു. അത് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് സ്നാനം സ്വീകരിച്ച് വിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനായി മാറിക്കറിഞ്ഞ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. ഒരു മനുഷ്യൻ പാപി ആയിരുന്നുവെങ്കിൽ അവൻ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് വിശുദ്ധനായി കഴിഞ്ഞാൽ പിന്നെ അവൻ പാപിയല്ല. ഒരു ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്ന പുള്ളി അവൻ കുറ്റം ചെയ്തപ്പോൾ അവനെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാക്കി. എന്നാൽ അവൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ കുറ്റവാളിയല്ല. അവൻ കുറ്റത്തിന് ശിക്ഷ ഏറ്റെടുത്തവനാണ്. ശിക്ഷ ലഭിച്ച് അത് അനുഭവിച്ചിട്ട് പുറത്തിറങ്ങുന്നത്. പിന്നെ അവനെ കുറ്റവാളി എന്ന് വിളിക്കുന്നത് കുറ്റമാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ പറ്റി ഈ അപ്പോസ്തലന്മാരും ലേഖകന്മാരും യേശു പാപം അറിയാത്തവൻ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, പാപിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പാപം മോചനം നേടി സ്നാനം സ്വീകരിച്ച് ദൈവത്തിന്റെ ദൈവപുത്ര സ്ഥാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ലഭിച്ചവൻ പിന്നെ പാപിയല്ല. പിന്നെ അവനെ പാപി എന്ന് വിളിക്കുന്നത് തെറ്റാണ്. അതാണ്. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പിന്നെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അത് യോഹന്നാൻ പറഞ്ഞ കാര്യമാണ്.
യോഹന്നാൻ ശിഷ്യന്മാരോട് പറഞ്ഞതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് എന്ന് യേശുക്രിസ്തുവിനെ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എനിക്ക് സുവിശേഷം പറയുവാനോ എനിക്ക് മറ്റുള്ളവരെ സ്നാനപ്പെടുത്തി പാപമോചനം ലഭിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗുരുവായി സ്വീകരിക്കേണ്ടവനാണ്, എനിക്ക് ശേഷമുള്ള പാപമോചനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു എന്നാണ് പറഞ്ഞത്. അല്ലാതെ യേശുക്രിസ്തു കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ശേഷം ഈ സുവിശേഷം പറയുവാനും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം കൊടുക്കുവാനുമുള്ള ഒരു വ്യക്തിത്വത്തെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് യോഹന്നാൻ തടവിലാവുകയും രക്തസാക്ഷിയാവുകയും ചെയ്തപ്പോൾ യേശുക്രിസ്തു സുവിശേഷം പറയുന്ന ശുശ്രൂഷയും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചന സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. കുറെ വചനവിരുദ്ധമായ സംഭവങ്ങളുണ്ട്. മുഴുവൻ വചനവിരുദ്ധമാണ്. വ്യക്തമായത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ യേശുക്രിസ്തുവിന് പാപമോചനം ലഭിച്ചത് യോർദാനിൽ സ്നാനപ്പെട്ടത് മുതൽ എന്ന് പറയുന്നതായി തെളിയിക്കാൻ കഴിയുന്ന ഒരു വചനവും ദൈവവചനത്തിലില്ല. മറിച്ച് യേശുക്രിസ്തുവിന് 12 വയസ്സ് ഉള്ളപ്പോൾ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയി തിരിച്ചു പോയി കഴിഞ്ഞ്, അതായത് അജ്ബ്രർ പറയുന്നതിനേക്കാൾ 18 വർഷം പുറകിലുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത് മത്തായി ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, അവൻ നസ്രത്തിൽ പോയി മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ഇരുന്ന് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവഭയത്തിലും ദൈവത്തെ കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിച്ചു പോന്നു എന്ന് എഴുതി. എന്ന് പറഞ്ഞാൽ ഒരു യഹൂദ ബാലൻ എന്നുള്ള നിലയിൽ മനുഷ്യവർഗത്തിന് പാപത്തെ വഹിക്കാനുള്ള ദൈവ കുഞ്ഞാട് എന്നുള്ള പഴയ നിയമത്തിലെ പ്രമാണത്തിലുള്ള ഈ യാഗത്തെ റീപ്ലേസ് ചെയ്യാനാണ് യേശുക്രിസ്തു യാഗം കഴിച്ചതെന്നാണ് എബ്രായ ലേഖനത്തിന്റെ മുഴുവനും ഇതിവൃത്തം, അതായത് മുഴുവൻ എൻറ്റയർ കോണ്ടന്റ് ഓഫ് ദി ബുക്ക് ഓഫ് ദി ഹീബ്രു എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള ഈ യാഗങ്ങളെ നീക്കേണ്ടതിന് വേണ്ടി അവൻ പ്രത്യക്ഷനായെന്ന്. അപ്പം അതുകൊണ്ടാണ് കുഞ്ഞാട് എന്ന അവന്റെ പദവി. അവൻ കുഞ്ഞാടാണോ എന്ന് ചോദിച്ചാൽ കുഞ്ഞാടാണ്. അവൻ പുരോഹിതനാണോ, അപ്പോസ്തലനാണോ, അവൻ ഉദയനക്ഷത്രമാണോ, താമരയാണോ, അതുപോലെ തന്നെ അവൻ നിത്യനായ ദൈവമാണോ, അവൻ ശിശുവാണോ, രാജാവാണോ, ദൈവമാണോ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അനവധി പദവികളും നാമങ്ങളും മുഴുവനും വെളിപ്പെടുത്തുന്നത് എല്ലാ പദവികളും മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിലും യേശുക്രിസ്തു സ്വീകരിച്ചിട്ടുള്ളതാണ്. യേശുക്രിസ്തു നിത്യനായ ദൈവമാണ് എന്ന് ബൈബിൾ പറയുന്നു. യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന് ബൈബിൾ പറയുന്നു. യേശുക്രിസ്തു ദാവീദിന്റെ ദൈവമാണെന്നും ദാവീദിന്റെ പേരും വംശവുമാണെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു ആണ് ബൈബിളിന്റെ മുഴുവനും ഇതിവൃത്തം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും യേശുക്രിസ്തുവേ ഉള്ളൂ. അതിൽ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിൽ വെളിപ്പെട്ടിരിക്കുന്ന അതും യേശുക്രിസ്തു തന്നെയാണ്. പക്ഷെ ഇസ്രായേലിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു സത്യം ആണ് പുതുനിയമ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രാരംഭത്തിൽ അജിത് ബ്രദർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, മോശ തുടങ്ങി യോഹന്നാൻ വരെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണെന്ന് പറയുന്നത്. യോഹന്നാൻ പഴയ നിയമത്തിന്റെ പ്രവാചകനാണെന്ന് പറയുന്ന ഒരു ബൈബിൾ വാക്യം പോലും ഇല്ല. മറിച്ച് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള റെഫറൻസ് യെശയ്യാ 40-ലും മലാക്കി 3-ലും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലാക്കി പ്രവചനത്തിന് ശേഷം യോഹന്നാൻ സ്നാപകൻ വരെ 400 സംവത്സരം ഒരു പ്രവാചകന് യഹൂദൻ ഉണ്ടായിരുന്നില്ല. യഹൂദൻ മലാക്കി തുടങ്ങി മലാക്കിയിൽ അവസാനിക്കുന്ന പുസ്തകത്തിനകത്ത് ആ കാലഘട്ടങ്ങളിൽ ഈ പ്രവചന ശുശ്രൂഷ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ യോഹന്നാൻ ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല. മറിച്ച് യെശയ്യാവിൽ പറയുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി മലാക്കിയിൽ പറയുന്ന എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞ് തനിക്ക് തന്നെ മുമ്പേ വരേണ്ടവനെ പ്രസ്താവിച്ചുകൊണ്ട് പിന്നീട് യോഹന്നാന് ശേഷം വരുന്ന ആൾ ആരാണ് എന്നുകൂടി വായിച്ചിട്ട് ഞാൻ പിന്നെ മറ്റ് അജിത് ബ്രദർ ഇപ്പൊ സംസാരിച്ച വിഷയത്തിന് മറുപടി പറയാനായിട്ട് ഞാൻ നിങ്ങൾക്ക് അവസരം തരികയാണ്. മലാക്കിയിൽ 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. ദൈവം പറയാണ്, യാവേ പറയാണ്, എനിക്ക് മുമ്പ് വഴി നിരത്തേണ്ടത് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. കാരണം പഴയ നിയമത്തിൽ യേശുക്രിസ്തു ഇല്ല.
ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, യേശുക്രിസ്തു ആണെന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ പഴയ നിയമത്തിൽ യേശു പറയാണ്, മോശ തുടങ്ങി ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും എല്ലാ തിരുവെഴുത്തുകളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പം ഇവിടെ പറയണ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അപ്പം യേശുക്രിസ്തു യോഹന്നാൻ 40 യെശയ്യാ 40 പറയാണ്, യഹോവയുടെ പ്രത്യക്ഷത വരുമ്പോൾ ഇങ്ങനെയാണ്, എല്ലാ കുന്നും താഴ്വരി നികന്നു വരണം എന്ന് പറഞ്ഞിട്ട് കേട്ട ഒരുത്തൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ രംഗത്ത് വന്നു. എപ്പോഴാണ്? യേശു ജനിക്കുന്നതിന് 6 മാസം മുമ്പ് ജനിച്ചു. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് 6 മാസം മുമ്പ്, യേശു പബ്ലിക് പ്രസന്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് യോഹന്നാൻ തന്റെ മിനിസ്ട്രി തുടങ്ങി. ആ യോഹന്നാൻ പറയുകയാണ്, എന്നെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ, അതായത് ഇതാ എന്താ പറയാ, പുതിയ നിയമത്തിന്റെ ഉടമ്പടി മധ്യസ്ഥനും ആയവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അവൻ തന്റെ ശരീരത്തിലേക്ക് വെളിപ്പെട്ട് വരും. എന്നിട്ട് പറയാണ്, എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സൈന്യങ്ങളെ യഹോവയാണോ യോഹന്നാന്റെ വഴി നിർത്തിയതിനു ശേഷം വരുന്നത്? ഈ ഈ ഈ ഇത് തന്നെയാണോ യെശയ്യാവിൽ നമ്മൾ 40 കാണുന്നത്? എക്സാക്ട്ലി കറക്റ്റ് ആണ്. അവിടെ പഴയ നിയമത്തിൽ യഹോവ വരുന്നെന്ന് പറയുന്നു, വാസ്തവത്തിൽ വന്നത് യേശുക്രിസ്തുവാണ്, അല്ലേ? യോഹന്നാൻ എന്ന് പറയുന്ന ആ പറയപ്പെടുന്ന ദൂതന്റെ പ്രസ്താവനയോട് വരുന്നത് ആരാണ്? ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്ന യഹോവയായ ദൈവം തന്നെയാണ് വരുന്നത്. ഇനി ഒരിക്കൽ കൂടി അവൻ ഒലിവ് മലയിൽ പ്രത്യക്ഷമാകുമ്പോൾ അന്ന് യഹൂദന്മാർ ചോദിക്കും, നിന്റെ കയ്യിൽ കാലുകൾ കാണുന്ന ഈ പാടുകൾ എന്താണെന്ന് ചോദിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് യഹോവ വരുമ്പോൾ കയ്യിലെ പഴുതുകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയേണ്ട സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അവരെന്നെ അടിച്ചതാകുന്നു. അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു ദൈവമേ ഉള്ളൂ. പഴയ നിയമത്തിൽ യഹോവ എന്ന നാമത്തിലും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന നാമത്തിലും വെളിപ്പെട്ടിരിക്കുന്ന ഏക ദൈവമേ ക്രിസ്ത്യാനിക്കുള്ളൂ. യഹോവ സാക്ഷിക്കും ക്രിസ്ത്യാഡൽഫിയൻസിനും തൃത്തക്കാർക്കും പെന്തക്കോസ്തുകാർക്കും കത്തോലിക്കർക്കൊക്കെ 3 ദൈവങ്ങളാവാം, അല്ലെങ്കിൽ 2 ദൈവമാകാം. എന്നാൽ ബൈബിളിൽ ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവം തന്നെയാണ് യഹൂദന്റെ പുസ്തകത്തിലും ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിലുമായി വ്യാപരിക്കുന്ന ഒരേ ഒരു ദൈവം. അവൻ പഴയ നിയമത്തിൽ അവന്റെ പ്രത്യക്ഷതകൾ കാണാം, പുതിയ നിയമത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടതായി കാണാം, പുതിയ അപ്പോസ്തല ശുശ്രൂഷയിൽ അവൻ ആത്മാവായി തന്റെ വിശുദ്ധ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത് കാണാം. ഇതാണ് ബൈബിളിന്റെ ഉപദേശം, ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ അജിത് ബ്രദർ ഇപ്പൊ സംസാരിച്ച വിഷയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിൽസൺ ബ്രദർ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നീട് നമുക്ക് ഈ വിഷയം പിന്നീട് അജിത് ബ്രദറോട് സംസാരിക്കാം, ദീർഘമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. ഞാൻ ഒരു കാര്യം മാത്രം, അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസപ്രകാരം ഒരു കാര്യം മാത്രം ഇതിനകത്ത് എടുത്തു കാണിക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ പ്രസന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യോഹന്നാനാണ് യേശുവിനെക്കാട്ടിലും വലിയ ഒരു പ്രവാചകൻ എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്. പക്ഷെ യോഹന്നാൻ അങ്ങനെയല്ല സാക്ഷ്യപ്പെടുത്തുന്നത്. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നത് നിന്റെ ചെരുപ്പിന്റെ വാർ പോലും അഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നാ പറയുന്നത്. അപ്പോൾ ഈ ഒരു യെശയ്യാവ് 40 പറയുന്നത് യോഹന്നാനെ പറ്റിയാ പറയുന്നത്. എവിടെയാ പറയുന്നത്? എല്ലാ താഴ്വര കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വേണ്ടി വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ, എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞതും ചൊവ്വായ ദുർഘടങ്ങൾ സമ്മായം തീരണം, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. അപ്പൊ ഇത് തന്നെയാ 1 യോഹന്നാനിൽ യോഹന്നാനെ പറ്റി പറയുന്നത്, മരുഭൂമിയിൽ നിന്നും വിളിച്ചു പറയുന്ന ശബ്ദത്തെ പറ്റിയാ പറയുന്നത്. അവിടെ ഞങ്ങളെ സംബന്ധിച്ചോളം യോഹന്നാൻ വെളിപ്പെടുത്തുന്ന യഹോവയായ ദൈവത്തെ തന്നെയാണ് ആ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുന്നത്. സകല ജഡവും യഹോവയുടെ മഹത്വത്തെ കാണും എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴാണ് ജഡത്തിന് കാണാൻ പറ്റുന്നത്? ജഡപ്രത്യക്ഷത യഹോവയ്ക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ യഹോവയുടെ പ്രത്യക്ഷത അല്ലെങ്കിൽ യഹോവയുടെ മഹത്വത്തെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് പ്രവചനത്തിന്റെ പ്രകാരം നമ്മൾ തിരുവെഴുത്തുകൾ പ്രകാരം യേശുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ യെശയ്യാവിൽ എന്ത് പറയുന്നു യോഹന്നാനെ പറ്റി, യെശയ്യാവിൽ എന്ത് പറയണം, ആരെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്, അത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ യോഹന്നാനെയും ശരിയായ യേശുവിനെയും അറിയുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ബ്രദറിനെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.
ഓക്കെ, നമുക്കിപ്പോ ഓൾറെഡി നമ്മൾ 10:23 ആയിട്ടുണ്ട്. ജോയ് പാസ്റ്റർക്ക് അജിത് പ്രേരണൻ കുറച്ച് സമയങ്ങൾ തരികയാണ്. അതിനുശേഷം അജിത് പ്രേരണോട് സമ്മതമാണെങ്കിൽ നമുക്ക് ഫർദർ അടുത്തൊരു ദിവസം സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം? ഇതിന് എനിക്ക് മറുപടി പറയട്ടെ. അഭിപ്രായം സംസാരിക്കുക. ശേഷം ജോയ് പാസ്റ്റർ ചോദ്യം ചോദിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് തൽക്കാലം സംസാരിക്കട്ടെ, കാരണം നമ്മൾ സംസാരിക്കാറില്ല. ഒരു മിനിറ്റ് ജോയ് പാസ്റ്ററെ, അഭിപ്രായം സംസാരിച്ച ജോയ് പാസ്റ്റർ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. പിന്നീട് അജിത് പ്രേരണോട് സമ്മതമാണെങ്കിൽ നമുക്ക് അടുത്തൊരു ദിവസം തീരുമാനിക്കാം. ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അജിത് ബ്രദറിനോട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അജിത് ബ്രദറിന്റെ ആ ശുദ്ധ മനസാക്ഷിക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. മറ്റൊരു കാര്യം, അജിത് ബ്രദർ യേശു പാപിയാണ് എന്ന് അജിത് ബ്രദറിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഒന്നാമത് യേശുവിന്റെ ജനനം തന്നെ മത്തായിയുടെ സുവിശേഷം 1:21, അവൻ തന്റെ ജനത്തെ, ജനവാരുടെയാ, ദൈവത്തിന്റെയാ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാ. അപ്പൊ പാപിക്ക് പാപികളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ യേശുവിന്റെ മറ്റൊരു അർത്ഥം യഹോവ രക്ഷകനായി വന്നെന്നാണ്. അതാണ് യെശയ്യാപ്രവചനം 25:9 പ്രകാരം വന്നവനാണ് യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ഒരിക്കലും പാപിയല്ലായിരുന്നു. യേശു ക്രിസ്തു പാപത്തെ രക്ഷിക്കാൻ വന്നവനാണ്. അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ഏക രക്ഷിതാവും ഏക ദൈവവുമാണ് എന്നുള്ള കാര്യം അജിത് ബ്രദർ പഠിക്കുകയും നിങ്ങളോട് കൂടെയുള്ള മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പാപിയാണെന്ന് യാതൊരു തെളിവ് വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്തതിനാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണമെന്നാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പാപമില്ലാത്തവൻ, രക്ഷകൻ എന്നാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ, അജിത് ബ്രദറിനോട് സംസാരിച്ചിട്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ കോൺവെർസേഷൻ ഇവിടെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അജിത് ബ്രദറിനോട് സമ്മതത്തോടുകൂടി നമുക്ക് തുടർന്ന് അടുത്ത ദിവസം സംസാരിക്കാം. ബ്രദറെ, ഇത് നിങ്ങൾ മൂന്നുപേരും കൂടി അനേകം കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പൊ എല്ലാം കൂടെ എനിക്ക് ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങള് എഴുതി വെക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാം കൂടെ ഈ മറുപടി പറഞ്ഞു. ഇങ്ങനെ മൂന്നുപേരും കൂടെ വളഞ്ഞിട്ട് ചോദിച്ചത് എങ്ങനെ പറയാൻ പറ്റും? എന്റെ ഒരു കാര്യം, ഒരു വചനം എടുത്ത് റെഫറൻസ് എടുത്തിട്ട് അത് പറയാം. അപ്പൊ ആ റെഫറൻസ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ വീഡിയോക്കകത്ത് കാണാം. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതെല്ലാം എഴുതിയിട്ട് എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ബ്രദറിന് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രാവശ്യവും ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് ബ്രദറിന് തരാം. ഞങ്ങൾ ആരെങ്കിലും ഒരാളെ സംസാരിക്കുന്നുള്ളൂ, ഒരാൾ ഇങ്ങനെ ലീഡ് ചെയ്യുന്നു, ഒരാളെ സംസാരിക്കുന്നുള്ളൂ. ബ്രദറിന്റെ പേര് വളഞ്ഞിട്ട് വിടുന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഞാൻ സംസാരിക്കുന്നിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ സംസാരിച്ചോളൂ. നിങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കുന്നു, അതിൽ തന്നെ നിങ്ങൾ 10-15 റെഫറൻസ് പറയുന്നു. അത് നിങ്ങൾ പറഞ്ഞു പോവുക. അപ്പൊ പറഞ്ഞു പോകുമ്പോ എനിക്ക് നിങ്ങൾ പറയുന്നത് വീഡിയോ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പൊ ലൈവായിട്ട് പോകും. അഭിപ്രായത്തിന് അടുത്ത പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞ വാക്യങ്ങൾക്ക് കൗണ്ടർ എഴുതിക്കൊണ്ട് വരാം. ഇഷ്ടംപോലെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാം, യൂട്യൂബിലെ ലിങ്ക് അയച്ചു കൊടുക്കാം. കുറച്ച് കാര്യങ്ങൾ ഒരാൾ ചോദിച്ചോളൂ, ഒരാൾ മതി കേട്ടോ. ജോസോറീസ് പക്ഷേ അടുത്ത പ്രാവശ്യം ഒരാൾ മതി. കാരണം 3 പേരും കൂടെ വളർന്നിട്ട് ഒരാളോട് ചോദിക്കുന്നത് ശരിയല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ എനിക്ക് പറയാമല്ലോ. പറയാം. ഇപ്പൊ ബ്രദർ പറഞ്ഞു യോഹന്നാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ പ്രവാചകനല്ല എന്നാണ് താങ്കൾ പറയുന്നത്. അത് ഏത് പറയാത്ത കാര്യം പറയരുത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെന്ന് പറഞ്ഞപ്പോ പഴയ നിയമത്തിൽ യോഹന്നാൻ വരെയുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓൺ റെക്കോർഡാണ്, മാറ്റി പറയരുത്. മാറ്റി പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോഹന്നാൻ ജസ്റ്റ് എ ബ്രിഡ്ജ് ടു ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടു ദി ന്യൂ ടെസ്റ്റമെന്റ്. അതാണ്, ഒരു പാലമായിരുന്നു. ലൂക്കോസ് 16:16 പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ ആയിരുന്നു എന്നുള്ളത്. അത് പഴയ നിയമ പ്രവാചകൻ ഒന്നും പറയുന്നില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവാചകൻ എന്ന് വേറൊരു ഭാഗമുണ്ട്. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. ന്യായപ്രമാണത്തിൽ ലൂക്കോസ് 16:16 ന്യായപ്രമാണത്തിന്റെയും പ്രവാചകൻ
അത് മാത്രമല്ല, ഹെബ്രായർ 1 പറയുന്നു പഴയ കാലത്ത് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു, ഈ കാലത്ത് ദൈവം പുത്രനിൽ കൂടെ സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പൊ പ്രവാചകനിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന പദവിയാണ് അവിടെ യേശു ക്രിസ്തു എന്ന മനുഷ്യന് കൊടുക്കുന്നത്. ബ്രദറെ, എല്ലാ പ്രവാചകന്മാരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കുന്നവരെയാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാമത്തെ ഭാഗത്തിൽ സ്നാപ യോഹന്നാൻ ഹെബ്രായർ 1 തെറ്റാണ്, 1:1 തെറ്റാണെന്നാണ് ബ്രദർ പറയുന്നത്. ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. അത് നിങ്ങൾ പലരും പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നതാണെന്ന് നിങ്ങൾ ഇടയ്ക്ക് ചില വീഡിയോയിൽ പറയുന്നുണ്ട്. അത് യോഹന്നാൻ എന്താ എഴുതിയിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. നമ്മളുടേതായ വ്യാഖ്യാനം കൊടുക്കണ്ട, സെൽഫ് ഇന്റർപ്രിട്ടേഷൻ വേണ്ട നമുക്ക്. നിങ്ങളാണ്, നിങ്ങൾക്ക് ഏത് വിധേയനെയും 1-ാം ന്യായപ്രമാണം മനുഷ്യരെ കൊണ്ട് തെറ്റിക്കുക. അതിനൊരു ഉപായം. പെന്തക്കോസ്തുകാർ ദൈവത്തെ തൃത്വം എന്ന് പറയുന്നു, നിങ്ങൾ യേശുവിനെ യഹോവയായ ദൈവം മനുഷ്യനായി വരുന്നു എന്ന്. രണ്ടും ഒരേ ആശയം തന്നെ. രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞോളൂ, ബൈബിളിൽ ഇല്ലാത്തൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ തന്നെ പറയുന്നല്ലോ, 1 തിമോത്തിയോസ് 3:16 പറയുന്നു അവൻ ജഡത്തിൽ പ്രത്യക്ഷനായെന്ന്. അപ്പം അത് ആരെ പറ്റിയാ പറയുന്നത്? യേശു ക്രിസ്തു യോഹന്നാനിൽ നിന്നും പാപമോചന സ്നാനം സ്വീകരിക്കുന്ന 4 സുവിശേഷ പുസ്തകങ്ങളിൽ പറയുന്നു. നിങ്ങളത് പാപമോചനത്തിന് വേണ്ടി വചനം യേശു ക്രിസ്തു യോഹന്നാനിൽ നിന്ന് ഒരു മിനിറ്റ് യോഹന്നാനിൽ നിന്ന് യേശു ക്രിസ്തു പാപമോചന സ്നാനം സ്വീകരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്യം കാണിച്ചു തരണം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണിക്കണം. അജിത് പ്രയർ പറഞ്ഞ പോലെ കാണിക്കണം. കാരണം ഞാനും അജിത് പ്രയറും നമ്മൾ സംസാരിച്ചത് മുഴുവൻ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആ വാക്യം കാണിക്കണം. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചുന്നുണ്ട്, പാപമോചന സ്നാനം സ്വീകരിച്ചെന്ന് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ആ വാക്യം കാണിച്ചു തരണം. സ്നാനം എന്തു സ്നാനമായിരുന്നു? മാനസാന്തര സ്നാനം ത്തിനുള്ള സ്നാനമാണെന്ന് ബൈബിളിൽ 4 സുവിശേഷ പുസ്തകങ്ങളിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒരൊറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ, അക്ഷരത്തിന് വ്യത്യാസമൊന്നും ഇല്ല. എല്ലാ ലെറ്ററും ഒരേപോലെ ഉള്ളൂ. മുഴുവൻ പുസ്തകത്തിലും അക്ഷര വ്യത്യാസം തലക്കെട്ടിന് മാത്രമേ ഉള്ളൂ. നടക്കില്ല. അതാണ് പ്രവൃത്തി 19 വായിച്ചാൽ മതിയല്ലോ. യോഹന്നാന്റെ സ്നാനവും പുതിയ നിയമ സ്നാനവും തമ്മിൽ എന്താ വ്യത്യാസം അവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ചോദ്യം ഒരു ചോദ്യത്തിന്റെ ഒരു കാര്യം ചോദിച്ചു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്റെ ചോദ്യം, ഞാനും അജിത് ബ്രദറും കാൽവരിക്ക് മുമ്പുള്ള പുറജാതികളായ നമുക്ക് അവകാശമില്ലാത്തൊരു സ്നാനം സ്വീകരിക്കണം. പുതുനിയമ ക്രിസ്ത്യാനികളായ നാം, ക്രിസ്ത്യാനി എന്ന് അജിത് ബ്രദർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ജെറുസലേമിൽ തുടങ്ങിയ സ്നാനം സ്വീകരിക്കണം. ഇതാണ് വിഷയം. അടുത്ത ദിവസം നമ്മൾ ആ വിഷയമായിട്ട് പോകുന്നു. ഇതാണ് ചോദ്യം. ഇത് നിസ്സാരമല്ല ഉത്തരം. ഇസ്രായേൽ മക്കളിൽ ഫലം കായ്ക്കാത്തതോട് ദൈവം ജാതികളെ തിരഞ്ഞെടുത്തു. ആ ജാതിയാണ് ഞാനും നിങ്ങൾ ഈ 3 പേരും അതിൽപ്പെട്ടതാ. പക്ഷെ നിങ്ങൾ യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് പറയുന്നു, നമ്മൾ സ്നാനത്തെ കുറിച്ച് പറയാം. ഫലം കായ്ക്കുന്നില്ല. ഫലം കായ്ക്കുക ദൈവവചനത്തെ വിശ്വസിക്കുകയും അത് അനുസരിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഫലം കായ്ക്കുക. ദൈവത്തിന് ഞാൻ പറഞ്ഞതുപോലെ മണി 10:40 32 നമുക്കൊരു കാര്യം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട സ്നാനം ഏതാണ് എന്നുള്ള രീതിയിൽ ചെയ്യാം. നമുക്ക് യോഹന്നാന്റെ സ്നാനം കൊണ്ടല്ലല്ലോ കാര്യം. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്, ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ എന്താണെന്ന് പഠിച്ചു. അത് നമുക്ക് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇതിപ്പോ നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിച്ചാൽ നമുക്കൊരു നീണ്ടുപോകും. കാരണം സ്ട്രക്ചർഡ് ഡിബേറ്റിലേക്ക് നമുക്ക് അടുത്ത ദിവസം വരാം. നെക്സ്റ്റ് ഫ്രൈഡേ സാറ്റർഡേ തയ്യാറാണോ? എനിക്ക് സംസാരിക്കാനുള്ള വേദി നിങ്ങൾ തന്നില്ല. എന്നെ ക്ഷണിച്ച് കൂടി അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞത് പലതും വചനവിരുദ്ധമാണ്, വചനത്തിൽ ഇല്ലാത്തതായതുകൊണ്ടാണ് നമ്മൾ ഇടപെട്ടത്. അതിന് ക്ലാരിറ്റി വരുത്തി പോകാതെ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസില് ബ്രദർ പറയുന്നത് മുഴുവൻ അപ്പാടെ ഞങ്ങൾ വിഴുങ്ങിയെന്ന് നമ്മുടെ ഓഡിയൻസിന് നമുക്ക് വരാൻ പാടില്ല. കാരണം നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോകേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബൈബിളാണ് പറഞ്ഞത്. ബൈബിളിൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. ആര് പറഞ്ഞു? ബൈബിളിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശു യഹോവയായ ദൈവം മനുഷ്യനായി വന്നതാണെന്നോ അല്ലെങ്കിൽ യേശുവിനെ ദൈവമാണെന്നോ പറയാം. കാരണം 1-ാം ന്യായപ്രമാണം അവിടെ തെറ്റാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് ദൈവം പറയുന്നു
എനിക്ക് മുമ്പേ ഒരു ദൈവവുമില്ല, ഇനി ശേഷം ഉണ്ടാകാനും പോകുന്നില്ല. ഒന്നാമത്തെ ന്യായപ്രമാണം പറയുന്നു, ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത്. നിങ്ങൾ പറയുന്നു യേശുവിനെ ദൈവമാണെന്ന്. അവിടെ തെറ്റിയില്ലേ? ഒന്നും തെറ്റിയാൽ എല്ലാത്തിലും പോയില്ലേ? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ വെളിപ്പാട് ലഭിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അജിത് പ്രകാരം എന്തിനാണ് പുതിയ നിയമത്തിലെ കൊട്ടേഷനുകൾ കോട്ട് ചെയ്തത്? ഞാൻ അതിനെ എതിരായിട്ട് ഞാൻ രക്ഷകനായി വരുമെന്ന്. നമുക്ക് അടുത്ത പ്രാവശ്യം സംസാരിക്കാം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് പറയുമ്പോ എന്റെ ദൈവം അല്ലാത്തവനെ രക്ഷിതാവായി സ്വീകരിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. അതാണ് പറയുന്നത്. ദൈവം അല്ല എന്നല്ലേ ഞങ്ങൾ പറയുന്നത്, ദൈവമാണെന്നാ പറയുന്നത്. രക്ഷിതാവ് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. വേറൊരു ദൈവം തൽക്കാലം ഇത് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ കാണുക. ഇതിനകത്തുള്ള വചനങ്ങൾ പ്രകാരം അടുത്ത പ്രാവശ്യം മാക്സിമം 20 മിനിറ്റ് എടുത്തോ, പ്രസന്റേഷന് വേണ്ടി എടുത്തോ. അതെ, 20 മിനിറ്റ് പ്രസന്റേഷൻ എടുത്തോ. പിന്നീട് ഒരാൾ മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ വീരനാം ദൈവം എന്ന് പറഞ്ഞാൽ അത് ഞാൻ തെളിയിച്ച് കാണിക്കുന്നില്ല. റെഫറൻസ് അത് മലയാള പരിഭാഷ മറുപടി പറഞ്ഞിരുന്നു. മലയാള പരിഭാഷ അല്ല അത് ഞാൻ മറുപടി പറഞ്ഞതാണ്. അത് ഓൺ റെക്കോർഡായിട്ട് കിടപ്പുണ്ട്. മലയാളത്തിലുള്ള പ്രശ്നം അല്ലത്. മൈറ്റി ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഏൽ എന്ന പദമാണ് അതിന് ഹീബ്രുവിൽ ഉപയോഗിക്കുന്നത്. ഏൽ എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ള പേരാണ്. ഏൽ ഷദ്ദായി എന്ന് പറയുന്നുണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടികൾ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന സൃഷ്ടികൾ എന്നാണ് അർത്ഥം. എലോഹീമിന്റെ അർത്ഥം ദാസന്മാരെയാണ് എലോഹീം എന്ന് പറയുന്നത്. ഏൽ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഓൾമൈറ്റി ഗോഡിന് കൊടുക്കുന്ന പദമാണ്. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. പഠിച്ചിട്ടുള്ളത് ഏൽ എന്ന് പറഞ്ഞാൽ ദാസനാണോ നിത്യപിതാവ്? അതെങ്ങനെയാണോ? എല്ലാം ചേർന്ന് വരണ്ടേ ബ്രദറെ? അജിത് ബ്രദറെ, 4 സുവിശേഷന്മാര് 4 ആംഗിളിൽ യേശുവിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ മത്തായി പ്രസന്റ് ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രി, മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ മിനിസ്ട്രി ആയിട്ട് സെർവന്റിന്റെ മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ദാസൻ എന്ന പദം വരുന്നത്. മൂന്നാമത് യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ ദൈവം ജഡത്തിലായിരിക്കും എന്ന് ലൂക്കോസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. മോർ ഓവർ യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല ആംഗിളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ പലവിധമായ മിനിസ്ട്രിയും പലവിധമായ പ്രവൃത്തികളും പലവിധമായ നാമങ്ങളെയും നമ്മൾ കേവലം ഒരു ദാസൻ എന്ന രീതിയിലേക്ക് മാത്രം കൊണ്ടെത്തിച്ചാൽ നമ്മൾ ബൈബിളിൽ നിന്ന് തെറ്റിപ്പോകും. അത്തരം ഒരു തെറ്റിലേക്ക് പോകാതിരിക്കട്ടെ. നമുക്ക് വീണ്ടും സംസാരിക്കാം. ഞാൻ ഈ അടുത്ത ഇപ്പൊ പറഞ്ഞ മറുപടിക്ക് പറയണ്ടേ? ബദർ പറഞ്ഞു രക്ഷകനും രാജാവും യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു. അത് ശുദ്ധ മണ്ടത്തരമാണ്. രക്ഷകൻ എന്നുള്ളത് രക്ഷയുടെ മാർഗം ഭൂമിയിലെ മനുഷ്യരെ അറിയിക്കാൻ വന്ന ദൈവത്തിന്റെ ദാസൻ മാത്രമാണ് യേശു. രക്ഷ ചെയ്ത് യേശു ക്രിസ്തു കാൽവരി മരിച്ചില്ലേ? രക്ഷ എന്നുള്ളത് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനുള്ള വചനമാണ് യേശു ക്രിസ്തു വന്നത്. യേശു ക്രിസ്തു മരിച്ചത് യഹോവയായ ദൈവമാണ് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ പറയുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്തെന്നറിയാമോ? അജിത് ബ്രദറ് പൂർണ്ണമായും കൊല്ലുന്ന അക്ഷരമാണ് പഠിച്ചിട്ടുള്ളത്. ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് അജിത് ബ്രദറിന് പ്രകാശനം കിട്ടിയിട്ടില്ല. ഓക്കെ, എനിവേ നമ്മള് എത്രയും നേരം സംസാരിക്കാണ്ട് നമുക്ക് കാണാൻ ഇടപെട്ടി. ഞാനത് ക്ലോസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമായി. അജിത് ബ്രദറിന് ഞങ്ങൾ ഇന്ന് ഇട്ട വീഡിയോയുടെ ലിങ്ക് അയച്ചു തരും. ആ വീഡിയോ കണ്ടതിന് ശേഷം എവിടെയൊക്കെയാണ് അജിത് ബ്രദറിന് കറക്ഷൻ ആവശ്യമുള്ളത് അതിന്റെ ഒരു പക്ക പ്രസന്റേഷൻ ഒരു 15-20 മിനിറ്റ് അജിത് ബ്രദർ കൊണ്ടുവരിക. ഒരാൾ മാത്രം അജിത് ബ്രദറിനോട് ചോദിച്ചു എന്നായിരിക്കും അടുത്ത പ്രാവശ്യം. ഈ അജിത് ബ്രദറിന് താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് വേണമെങ്കിൽ ആകാം. അത് എനിക്ക് വാട്സാപ്പിൽ അറിയിച്ചു തന്നാൽ മതി. ഓക്കെ, നമുക്ക് ഈ ഇങ്ങനെ കടന്നു വന്നതിനും ഇത്ര നേരം സംസാരിക്കാൻ അവസരം ഒരുക്കിയതിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഉള്ള കർത്താവിന്റെ ദാസന്മാരെ രണ്ടുപേരെയും നന്ദിയോടെ ഓർക്കുന്നു. വീണ്ടും നമ്മൾ കാണും വരെ ദൈവത്തിന്റെ കൃപ നമ്മളോട് ഇരിക്കട്ടെ. ഇത് അവസാനിപ്പിച്ചത് കുറച്ച് ടൈം നമ്മൾ ഇത്രയും വീഡിയോ ആരും കാണുകയല്ല. അതുകൊണ്ടാണ് നോർമലി നമ്മുടെ വീഡിയോ 55 മിനിറ്റ് ആണ്. 1 മണിക്കൂർ 40 മിനിറ്റ് വീഡിയോ ആരും കാണുകയല്ല. നമ്മൾ 2 മണിക്കൂർ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുകയല്ല. ഇത് അവസാനം എങ്ങനെ എത്തിയത്? അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ വരും വരയ്ക്കും നമുക്ക്
ബ്രദർ ഞാൻ സംസാരിച്ചാലേ ആദ്യമേ ബ്രദറിന് സമയം ഇല്ലില്ല. തന്നതാണ്. മാക്സിമം ടൈം അടുത്ത പ്രാവശ്യം വരുമ്പോ എടുത്തോളൂ. എടുത്തോ. പരിഭവം വേണ്ട. നമ്മള് ഇത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു മത്സരമല്ല. നമ്മൾ ഇതിനകത്ത് ഒന്നും തർക്കമായിട്ടല്ല പറയുന്നത്. നമുക്കിത് അടുത്ത പ്രാവശ്യം ബ്രദറിന് ഈ വീഡിയോ തന്നെ കണ്ടിട്ട് മാക്സിമം അതിന് റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടി 20 മിനിറ്റോ അരമണിക്കൂറോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതെ. സംസാരിച്ചോളാം. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ. Thank you. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഓക്കെ